ഹായ് ഹലോ മക്കളെ. അപ്പോൾ എല്ലാവരും സെക്കൻഡ് ടേം എക്സാം ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമാണല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും സെക്കൻഡ് ടേം എക്സാമിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യണ്ടേ, വേണം അല്ലേ. കാരണം നമ്മൾ എഴുതിയിരിക്കുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ, ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ, ഇനിയിപ്പോൾ ആൻസർ കീയിൽ വരാം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയണം അല്ലേ. അപ്പൊ എന്തായാലും നമ്മളുടെ സെക്കൻഡ് ടേം എക്സാമിന്റെ മാത്സ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഒന്ന് അടുത്തെടുത്ത് വെക്കാം. നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് കൂടി ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണല്ലോ എല്ലാവരും? ഓക്കെ. അപ്പോൾ മാത്സിന്റെ സെക്കൻഡ് ടേം എക്സാം ആൻസർ കീ ഡിസ്കഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുവാണ് കേട്ടോ. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ്, അതിൽ നിന്നും ചോദിച്ചിരിക്കുന്നതാണ് അല്ലെ. നമ്മളുടെ എക്സ് ഇട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, പക്ഷെ നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. 4 subtracted from 5 times of a number gives 6. What is the number? ഒരു സംഖ്യ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, എന്താണോ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്ത കണ്ടുപിടിക്കേണ്ട ആ ഒരു വാല്യൂവിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, എക്സ് എന്ന് കൊടുക്കുന്നത്. ആ സംഖ്യയുടെ 5 തവണ അല്ലെങ്കിൽ 5 ടൈംസ് എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? ഒരു സംഖ്യ എടുത്തിട്ട് അതിന്റെ 5ഓ 6ഓ 7ഓ എങ്ങനെയാണെങ്കിലും ആ ടൈംസ് കണ്ടുപിടിക്കാനായിട്ട് 5 into x അഥവാ 5x എന്നാ കൊടുക്കുക അല്ലെ. ഈ 5xൽ നിന്നും 4 സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 5 തവണയിൽ നിന്നും അല്ലെങ്കിൽ 5 ഇരട്ടിയിൽ നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6 ആണ്. അതായത് 5xൽ നിന്നും 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണോടാ? 6 കിട്ടണം. ഇനി അടുത്ത സ്റ്റെപ്പ് ഭയങ്കര സിമ്പിളാണ്. കാരണം -4 തൊട്ടപ്പുറത്തോട്ട് പോകുമ്പോൾ +4 ആവും അല്ലെ. സോ 5x is equal to 6 plus 4, that is 5x is equal to 10 എന്ന് വരുന്നു. ഇതിൽ നിന്ന് ഇനി x കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? ഒരു പ്രയാസവും ഇല്ല. എന്താണ്? x is equal to 10 divided by 5. അപ്പൊ എത്ര കിട്ടൂടാ? 2 എന്നാണ് നമ്മളുടെ ആൻസർ കിട്ടേണ്ടത്. അപ്പൊ ഏത് ഓപ്ഷൻ ആണ്? ഇതിനകത്ത് സ്റ്റെപ്പ് ഒന്നും എഴുതിയില്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി അല്ലെ. ഏതാണ് നമുക്ക് വരേണ്ടത്? ഓപ്ഷൻ ബി 2 ആണ് നമ്മളുടെ കറക്റ്റ് ഉത്തരം കിട്ടേണ്ടത്. ശരിയായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും, കാരണം നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഇതേ കിടക്കുന്നു. ഇതും നല്ല എളുപ്പമാണ്. ഇത് നമ്മളുടെ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചതാണ് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവ്സ് -2 as the answer? അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏറ്റവും ആദ്യം 7 - 5, ആൻസർ എത്രയാ? 2 ആണ് വരുന്നത്, -2 അല്ല. ഇനി അടുത്തതിൽ നോക്കൂ, -7 - 5, 2 നെഗറ്റീവ് നമ്പേഴ്സ് വന്നാൽ രണ്ടും കൂടി കൂട്ടി നെഗറ്റീവ് ചിഹ്നം. അപ്പൊ 7ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 12 കിട്ടും, -12 എന്നാ കിട്ടുക. അപ്പോ ഇതും നമ്മൾ ഉദ്ദേശിച്ചതല്ല. ഇനി അടുത്ത് നോക്കാം, മൈനസും പ്ലസും വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താ ചെയ്യണ്ടേ? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കേണ്ടത്. അപ്പൊ 7ൽ നിന്ന് 2 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 7ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2 ആണ് കിട്ടുന്നത്. വലുതിന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവാ. അപ്പൊ ഇതും വരില്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളുടെ ആൻസർ ഏതാടാ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. 5 - 7, ചെറുതീന്ന് വലുത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ ഏതാണോ അതിൽ ചെറുത് കുറയ്ക്കുന്നു, അതിനൊപ്പം ഒരു മൈനസ് ചിഹ്നം കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ആൻസർ ഇതാണ്, ഓപ്ഷൻ ഡി. 5 - 7 is the right answer. ശരിയായി കാണുമല്ലോ, സിമ്പിൾ ആയിരുന്നു. ഇനി നമ്മളുടെ 3ാമത്തത്, നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ സ്ക്വയേഴ്സ്, അതിനകത്ത് ചോദിച്ചിരിക്കുന്ന വർഗ്ഗങ്ങളിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. നോക്കിക്കേടാ, നമ്മൾ മറ്റേ പെട്ടി വരച്ചിട്ട് ഇതേപോലെ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സ്ക്വയർ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ 400 കിട്ടാനായിട്ട് മുകളിലത്തെ 20 ഇതിന് തൊട്ട് മുകളിലത്തെയും സൈഡിലെയും നമ്പേഴ്സ് തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അപ്പുറത്തെ 8 കിട്ടാനാണെങ്കിലോ സൈഡിലത്തെ 20 മുകളിലത്തെ 40 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്തതാണെങ്കിലോ സൈഡിലത്തെ 80 മുകളിലത്തെ 20. അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ എന്ത് വരണം? മുകളിലത്തെ 4ഉം സൈഡിലത്തെ 4ഉം തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 4 into 4, that is equal to 16. 16 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത് അല്ലെ. അപ്പൊ 16 ഓപ്ഷൻ ഇതിലാ കിടക്കുന്നേ, ഓപ്ഷൻ ഡി 16 ഡേ നമ്മുടെ കിടക്കുന്നുണ്ട്. എളുപ്പമായിരുന്നു, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോ നമ്മളുടെ ഒരു ഓണം എക്സാം തൊട്ടിട്ടുള്ള ഒരു ട്രെൻഡ് ആണ്. സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മളോട് ചോദിക്കും അല്ലെ. എന്നിട്ട് 4 ഓപ്ഷനും ഇതേപോലെ തന്നിട്ടുണ്ടാവും. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്, അല്ലെങ്കിൽ നേരെ തിരിച്ചാണ്, ഇനി രണ്ടും ശരിയാണ്, അതിന്റെ കാരണം ഇന്നതാണ്
എന്നൊക്കെ പറഞ്ഞ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ കോഡ് passes through the center of the circle. നമ്മുടെ സർക്കിൾസ് എന്ന് പറയുന്ന 9ാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇതിനകത്ത് ഏത് റൂളാണ് അപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്? CPM, സെന്റർ ഓഫ് ദി സർക്കിൾ, പെർപെൻഡിക്കുലർ, മിഡ് പോയിന്റ് ഓഫ് ദി കോഡ് എന്ന് പറയുന്ന 3 നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ നിയമത്തിൽ 3ാമത്തെ നിയമമാണ് ഈ ആദ്യം തന്നിരിക്കുന്നത്. എന്താണ്? ഒരു ഞാണിന്റെ ലംബ സമഭാജി. ശ്രദ്ധിച്ചേ, ഒരു സർക്കിൾ ഇതാണ് നമ്മുടെ ഞാൻ കോഡ് എന്ന് പറയുന്നത്. അതിന്റെ ലംബ സമഭാജി എന്ന് പറഞ്ഞാൽ നമ്മൾ സെന്ററിൽ നിന്നും എന്തിലേക്ക് വരയ്ക്കുന്ന കോഡിലേക്ക് വരയ്ക്കുന്ന ആ ഒരു പോയിന്റ്, ഇതാണ് നമ്മുടെ ലംബ സമഭാജി. O എന്നും M എന്നും നമ്മൾ പേര് കൊടുത്തു. OM ആണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇത് എന്തിലൂടെ കടന്നു പോകുന്ന പറയുന്നേ? സെന്ററിലൂടെയാണ് കടന്നു പോകുന്നത്. കറക്റ്റ് ആണല്ലേ? നമുക്ക് പിക്ചർ കണ്ടാൽ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ടെക്സ്റ്റിലെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ CPM-ല് M ആണ് ആ റൂള് വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തേത് നോക്കാം. Any point at the same distance from the end points of a line lies on its perpendicular bisector. ഇപ്പൊ നമുക്ക് നോക്കാം. Any point at the same distance from the end points of a line. ഇപ്പൊ നമ്മൾ ഒരു സർക്കിളിൽ ഒരു ലൈൻ വരച്ചു. അതെന്തായിരിക്കും? കോഡായിരിക്കും അല്ലെ. അതിൽ നിന്നും ഏതൊരു പോയിന്റ് നമ്മൾ വരച്ചാലും ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എവിടെ തന്നെയായിരിക്കും കിടക്കുന്നതെന്നാ പറയുന്നത്? അതിന്റെ ലംബ സമഭാജിയിൽ തന്നെ ആയിരിക്കും. ഒരു രേഖയുടെ അവസാനത്തെ ബിന്ദുക്കളിൽ നിന്ന് ഒരേ അകലത്തിൽ ഏതൊരു ബിന്ദുവും അതിന്റെ ലംബ സമഭാജിയിലായിരിക്കും. കറക്റ്റ് ആണ് അല്ലെ. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള നീളവും ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള നീളവും തുല്യമാണ്. നമ്മൾ പറഞ്ഞിരുന്നു റേഡിയസ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ എന്തായാലും അത് ലംബ സമഭാജിയിൽ തന്നെയായിരിക്കും ചെന്ന് മുട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും കറക്റ്റ് ആണ്. 1ഉം 2ഉം കറക്റ്റ് തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ ഒരു സംഗതി ഉണ്ട്. 2 ഓപ്ഷൻസ് ബോത്ത് ട്രൂ വരുമ്പോൾ 2 ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലെ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്ന ഒരു കേസും ഉണ്ട്. അതേപോലെ തന്നെ ഡിയില് 2ഉം ശരിയാണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് നോട്ട് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് നോക്കാം. ഇനി ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം നോക്കാം അല്ലെ. യെസ്, 2 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവന 2 ആണ് പ്രസ്താവന 1ന്റെ കാരണം. ശരിയാണ്. കാരണം എനി പോയിന്റ് ലൈസ് ഓൺ ദി സെയിം പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് സെന്ററിലൂടെ കടന്നു പോകുകയുള്ളൂ എന്ന് പറയുന്ന ഒരു നിയമം നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരേണ്ടത്. കുറച്ച് ആൾക്കാർ ഡി ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. ഇവര് തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഡി എഴുതിയവരുണ്ടാകും. പക്ഷേ റീസൺ അത് തന്നെയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാലോ. 5ാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാലോ. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റിനും നമ്മുടെ എന്തിന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഇക്വേഷൻസിൽ നിന്ന് വന്നിരിക്കുന്നത് തന്നെയാണ്. ഇതിനകത്ത് ഭയങ്കര സിമ്പിളാ. പക്ഷെ പെട്ടെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്ന് എന്ത് ചെയ്തേക്കാം, അയ്യോ ഇത് എന്താ ചെയ്യാ എന്ന് തോന്നിയേക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷെ ഭയങ്കര സിമ്പിൾ ആണിത്. ഇതിന്റെ ആൻസർ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്ര ഉള്ളായിരുന്നോ എന്ന് വിചാരിച്ചേക്കും. നോക്കാം നമുക്ക് എന്തായാലും. A person bought 2 bags and 3 umbrellas. സ്കൂളിൽ പോകാനാണ് തോന്നുന്നു. എന്താണ്? 2 ബാഗുകളും 3 കുടകളും വാങ്ങിച്ചു. ഒരാളെ എത്ര രൂപയായി? 2300 രൂപയായി. ഇത് രണ്ടും കൂടി വാങ്ങിച്ചപ്പോൾ 2300 രൂപയായി. ദ പ്രൈസ് ഓഫ് 3 umbrellas, 3 കുടയുടെ വില, 3 കുടകൾക്കും കൂടി 900 രൂപയായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ആൻ അംബർല? ഒരു കുടയുടെ വില എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമുക്ക് 3 അംബർല, പ്രൈസ് ഓഫ് 3 umbrellas, 3 കുടകൾക്കും കൂടി എത്ര രൂപയായി? 3 കുടകൾക്കും കൂടി 900 രൂപയായി. Therefore, price of 1 umbrella സിമ്പിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു കുടയുടെ വില എങ്ങനെ കണ്ടുപിടിക്കാം? പ്രൈസ് ഓഫ് 1 umbrella is equal to 900 ഡിവൈഡഡ് ബൈ 3. എത്ര രൂപ കിട്ടും? 300 രൂപയാ കിട്ടുക അല്ലെ. 300 rupees ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടേണ്ടത്. എത്രയാണ്? 300 രൂപയാണ് നമ്മളുടെ ആൻസർ വരേണ്ടത്. അത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഇനി അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം. 2ാമത്തേൽ ചോദിക്കുന്നു ഒരു ബാഗിന്റെ വില എത്രയാണ്. എന്താണ്? ഒരു ബാഗിന്റെ വില എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതും ഭയങ്കര സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ സംഗതി ഒന്ന് താഴ്ത്തോട്ട് എടുത്ത് എഴുതാം. 2 ബാഗും 3 കുടയും കൂടി കൂട്ടിയാൽ 2300. അപ്പൊ നമുക്ക് അപ്പുറത്തോട്ട് എഴുതാം 2 bag plus 3 umbrellas, 2300 രൂപ. ഓക്കെ, നമുക്കിപ്പോൾ ഓൾറെഡി 3 കുടയുടെ വില നമ്മുടെ കയ്യിൽ ഉണ്ട്. എത്രയാണ്? 900 ആണ് അല്ലെ. അപ്പോൾ 2 bag പ്ലസ് 3 കുടക്ക് എത്രയാണ്? 900 is equal to 2300. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? 2 ബാഗിന്റെ കണ്ടുപിടിക്കാനായിട്ട് ഈ 900 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. 2300 മൈനസ് 900 കിട്ടുന്നുണ്ടല്ലോ നമുക്കപ്പോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 ബാഗിനും കൂടി അപ്പോ 1400 രൂപയാണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. ഓക്കെ,
ഇത്ര ഓക്കെ ആണല്ലോ. therefore പ്രൈസ് ഓഫ് 1 ബാഗ്, 2 ബാഗിന് 1400 ആണെങ്കിൽ ഒരു ബാഗിന് എത്രയാ? 1400/2 700 രൂപ. മനക്കണക്ക അല്ലെ? പ്രൈസ് ഓഫ് 1 ബാഗ് is equal to 1400 divided by 2, that is equal to 700 rupees. അപ്പൊ എത്രയാണ്? ഒരു ബാഗിന് 700 രൂപയാണ് വില വരുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലേ 700 രൂപയുടെ ബാഗ്. ഓക്കെ, അപ്പോൾ 700 രൂപയാണ് എന്തിൽ വന്നിരിക്കുന്നത്? നമുക്ക് ഇതിന്റെ ഉത്തരമായിട്ട് കിട്ടിയിരിക്കുന്നത്. പ്രശ്നമില്ലല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ബാഗിന്റെ വില 700 രൂപ, അതേപോലെ തന്നെ ഒരു കുടയുടെ വില 300 രൂപ. രണ്ടിനും ഭയങ്കര വിലയാണ് അല്ലേ? ശരി, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ 5ഉം കഴിഞ്ഞു. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇവിടെ എന്താണ്? വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമ്മുടെ ബൈസെക്ടേഴ്സ്, സമഭാജികളിൽ നിന്നും ചോദിച്ചിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ. 32.5 ഡിഗ്രിയിൽ നമുക്ക് ഒരു ആംഗിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 32.5 എന്ന് നമ്മൾ എടുക്കണം അല്ലെ? ഡിഗ്രി മെഷർമെന്റ് നമ്മൾ എടുക്കണം 32.5 അല്ലെങ്കിൽ ഹാഫ്, എന്താന്ന് വെച്ചാൽ എടുക്കാം. ഇതിന്റെ ഇരട്ടി എടുക്കണം അല്ലെ? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവനെ ഇരട്ടിയാക്കണം. ഒന്നുകിൽ നമുക്ക് ഇതേപോലെ പോയിന്റ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ എന്താക്കാടാ 32.5 × 2, അതായത് അരയും അരയും വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 32 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ 32 + 32 എത്ര കിട്ടൂടാ? 64. ഇനി അര പ്ലസ് അര 1 ആണ് അല്ലെ? അപ്പൊ 64 + 1 65. അതാണ് കുറച്ചും കൂടി എളുപ്പം അല്ലെ? പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 65 ഡിഗ്രി ആദ്യം വരയ്ക്കാം, എന്നിട്ട് അതിന്റെ ബൈസെക്ടർ വരച്ചിട്ട് വേണം നമുക്ക് 32 കണ്ടുപിടിക്കാനായിട്ട്. തുടങ്ങാം നമുക്ക്. എന്നാ റെഡി ആണല്ലോ എല്ലാവരും? ഓക്കെ, യെസ്. അപ്പോ നമുക്ക് ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വരച്ചു നോക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ടൂൾസ് എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ കോമ്പസ് എടുക്കുന്നു, അതേപോലെ തന്നെ സ്കെയിലും എടുക്കുന്നു, പൊട്രാക്ടറും വേണം നമുക്ക്. യെസ്, പൊട്രാക്ടർ എടുത്തു, എല്ലാം റെഡിയാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ചുമ്മാ ഒരു വര വരയ്ക്കാം കേട്ടോ. ചുമ്മാ നമ്മളൊരു വര വരയ്ക്കുന്നു. സ്കെയിൽ എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ഒരു അറ്റത്ത് നിന്ന് എത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നു? നമ്മളോട് 65 ഡിഗ്രി എടുക്കാനാണ് പറഞ്ഞല്ലേ? അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നും 65 ഡിഗ്രി, ഇത് ഇവിടെ വരെ എത്തുമ്പോഴേക്കും 55 ആയി, 60 ആയി. ഇത് ഇവിടെയാണ് 65 വരുന്നത് അല്ലേ? 60ക്കും 70ക്കും ഇടയിൽ. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ നിന്ന് 65നെ ലക്ഷ്യമാക്കി വരച്ചു. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ ആംഗിൾ കിട്ടിയിട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പൊട്രാക്ടറിനെ ഒഴിവാക്കാം. ഇനി നമ്മളുടെ കോമ്പസ് വെച്ചിട്ടാണ് ഫുള്ള് പരിപാടി. എന്ത് ചെയ്യണം? നമുക്ക് ഇതിന് പേര് കൊടുക്കാം. ആദ്യം തന്നെ ഇതിന് നമുക്ക് O എന്ന് പേര് കൊടുക്കാം, ഈ അറ്റത്തിന് നമുക്ക് P എന്ന് പേര് കൊടുക്കാം, ഇതിന് നമുക്ക് Q എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്തു? നമ്മുടെ കോമ്പസ് എടുത്തിട്ട് ഓയിൽ കൊണ്ടേ കുത്തണം കേട്ടോ. കോമ്പസ് എടുത്തിട്ട് ഓയിൽ കൊണ്ടേ കുത്തുന്നു. എന്നാൽ നമുക്ക് ഇത്തിരി കൂടി ചെറുതാക്കാം, അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു ആംഗിൾ വരും. അപ്പൊ കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതേപോലെ മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ, 2 വരകളെയും തൊട്ടു പോകുന്ന രീതിയിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു കുഞ്ഞിക്കോൺ ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ വരയ്ക്കാം കേട്ടോ. ഇഷ്ടമുള്ള അളവിൽ നമ്മൾ താഴത്തുനിന്ന് മുകളിലോട്ടോ മുകളിൽ നിന്ന് താഴത്തോട്ടോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇതേനോ വരയ്ക്കും. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഒന്ന് വലുതാക്കാം. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 2 പോയിന്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഈ 2 വരകളെയും മുട്ടിയ 2 പോയിന്റ്സ്, അത് നമുക്കൊരു പേര് കൊടുക്കാം. PQR എന്നും S എന്നും കൂടി നമുക്ക് പേര് കൊടുക്കാം. ഇനി എന്ത് ചെയ്യുന്നു? നമ്മളുടെ കോമ്പസ് എടുക്കുന്നു, R-ൽ കൊണ്ട് കുത്തുന്നു. എന്ത് വരയ്ക്കുന്നു? നമ്മൾ മറ്റൊരു കളർ കൊടുത്തിട്ട് ഇതിന്റെ ബൈസെക്ഷൻ നടത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ R-ൽ നിന്നും ഒരു ആർക്ക് മുകളിലോട്ട് വരച്ചു. അതേപോലെ തന്നെ സെയിം അളവ് മാറാതെ, കോമ്പസിൽ അളവ് മാറാതെ S-ൽ കൊണ്ട് വീണ്ടും കുത്തിയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ കട്ട് ചെയ്തിട്ട് അടുത്ത ആർക്ക് വരച്ചിരിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇപ്പൊ കിട്ടിയ പോയിന്റിനെയും നമ്മളുടെ O എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെയും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കാൻ പോവാണ്. യെസ്, അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് പച്ച കളർ വെച്ച് വരയ്ക്കാം. ഇതേനോ നമ്മൾ വരച്ചു ഓയിൽ നിന്നും പൊക്കത്തേക്ക്. ഓക്കെ ആണല്ലോ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 പീസ് കിട്ടിയിരിക്കുന്നത് എന്ത് തന്നെയാണ്? 32.5 ഡിഗ്രി തന്നെയാണ്. അപ്പൊ നമുക്ക് അറ്റത്തൊരു പേര് കൂടി കൊടുക്കാം, PQRST കൊടുക്കാം അല്ലെ? അപ്പൊ അറ്റത്ത് നമുക്ക് T എന്നും കൂടി കൊടുക്കാം. ഓക്കെ ആണല്ലോ? T എന്നും കൂടി കൊടുത്തു, നമ്മൾ ഭംഗിയാക്കി. ഇനി ഇതിന്റെ ഉള്ളിൽ എന്ത് എഴുതണം? നമ്മളുടെ മെഷർമെന്റ് എഴുതണം. 32.5 ഡിഗ്രി, 32.5 ഡിഗ്രി നമുക്ക് കിട്ടി. മുകളിലോ താഴെയോ എവിടെ വേണമെങ്കിലും എഴുതാം, നോ പ്രോബ്ലം. പ്രശ്നമൊന്നുമില്ലല്ലോ? ഉഷാറായിട്ട് നമുക്ക് കിട്ടിയില്ലേ? 32.5 ഡിഗ്രി ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കേണ്ടിയിരുന്നത്. നല്ല ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ.
നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ കഴിഞ്ഞു, അടിപൊളിയായിട്ട് നമ്മൾ വരച്ചു. ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇതും ഭയങ്കര സിമ്പിൾ ആണ്. നമ്മുടെ ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന 10ാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ചോദ്യം. റൈറ്റ് ദി ഡെസിമൽ ഫോം ഓഫ് 7/25. 7/25ന്റെ ദശാംശ രൂപം എഴുതുക. ഇത് ചെയ്യാനായിട്ട് എന്തറിയണോടാ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായിട്ടുള്ള ഈ ഡിനോമിനേറ്ററിൽ 25, 5, അതേപോലെ തന്നെ 125 ഇത്തരം സംഖ്യകൾ വന്നാൽ എങ്ങനെ നമുക്ക് ഇവരെ 10ലേക്കും 100ലേക്കും 1000ത്തിലേക്കും മാറ്റാം എന്നുള്ള കാര്യം അറിയണം. ഇവിടെ 25ന്റെ പേര് ആരാടാ? 25ന്റെ പേര് 4 ആണ്. 25നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് 100 ആക്കാം അല്ലെ? അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യാം? നമുക്ക് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും അംശത്തിനെയും ഛേദത്തിനെയും 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 7 × 4 ഡിവൈഡഡ് ബൈ 25 × 4. ഒരു സ്ഥലത്ത് മാത്രം ചെയ്യാൻ പറ്റില്ല, 2 സ്ഥലത്തും ചെയ്യണം അല്ലെ? അപ്പൊ 7 × 4 28 ആണ്. താഴത്ത് 100 കിട്ടുന്നു. അപ്പോ 0.28 എന്നുള്ളതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരുന്നത്. എത്രയാണ്? 0.28. ഓക്കെ ആണല്ലോ? അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ന്യൂ നമ്പേഴ്സിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു കേട്ടോ. നമ്മൾ മോർ ക്വസ്റ്റ്യൻസ് ചെയ്ത ടൈമിൽ ഇതേ സെയിം പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. there are 20 questions in a test. ഒരു എക്സാമിന് 20 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഓരോ ശരി ഉത്തരത്തിനും each correct answer get 2 marks. ശരിയായി കഴിഞ്ഞാൽ റൈറ്റ് ആണ് എഴുതിയിരിക്കുന്നത് എന്നാണെങ്കിൽ അതിന് എത്ര കിട്ടൂടാ? 2 മാർക്ക് കിട്ടും. ഇനി ഫോർ ഈച്ച് റോങ് ആൻസർ, തെറ്റിപ്പോയി എന്നാണെങ്കിൽ 1 മാർക്ക് ഈസ് സബ്ട്രാക്റ്റഡ് അല്ലെങ്കിൽ ഡിഡക്റ്റഡ്, 1 മാർക്ക് കുറയ്ക്കും. അതായത് നെഗറ്റീവ് മാർക്കുള്ള ഒരു എക്സാം ആണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ ശരിയായതിന് 2 മാർക്ക് കിട്ടിയാൽ തെറ്റുത്തരത്തിന് 1 മാർക്ക് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ റോങ് ആണെന്നുണ്ടെങ്കിൽ -1 ആണ് കൊടുക്കേണ്ടത്. അതായത് +1 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, -1. അതാണ് ഇവിടുത്തെ കാര്യം. കാരണം ന്യൂ നമ്പേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് -1 വേണം അല്ലെ? ഇനി എ പേഴ്സൺ ആൻസേഴ്സ് ഓൾ ക്വസ്റ്റ്യൻസ്. ഇവനാണെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് അറിയാതെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് വെച്ച് എത്രയാണ്? 20ൽ 20 ഇവൻ അറ്റൻഡ് ചെയ്തു, മുടുക്കൻ അല്ലെ? പക്ഷേ അവന്റെ എത്ര എണ്ണം മാത്രമേ ശരിയായുള്ളൂ? 5 എണ്ണേ ശരിയായുള്ളൂ അല്ലെ? അവനപ്പം മാർക്ക് ഉണ്ടാവോ? നോക്കാം നമുക്ക് എന്തായാലും അല്ലെ? ബട്ട് ഓൺലി 5 ഓഫ് ദം ആർ കറക്റ്റ്. 5 എണ്ണമാണ് കറക്റ്റ് ആയത്. അതിനർത്ഥം ബാക്കിയുള്ള 15 എണ്ണം തെറ്റിപ്പോയെന്നല്ലേ? പിടികിട്ടുന്നുണ്ടോ? അതൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. അതായത് 20 എണ്ണത്തിൽ 2 എണ്ണം കറക്റ്റ് ആയി എന്ന് 5 എണ്ണം കറക്റ്റ് ആയി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 15 എണ്ണവും തെറ്റിപ്പോയി. അപ്പൊ നമുക്ക് അപ്പുറത്തോട്ടൊന്ന് എഴുതാം. യെസ്, റൈറ്റ് ആയത് എത്ര എണ്ണമാണ്? കറക്റ്റ് ആയത് എത്ര എണ്ണമാണ്? 5 എണ്ണം കറക്റ്റ് ആയി. റോങ് വന്നേക്കുന്നത് എത്ര എണ്ണമാണ്? 15 എണ്ണം തെറ്റിപ്പോവുകയും ചെയ്തു. ഇനി നമുക്ക് മാർക്ക് വെച്ചിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. നല്ല ശരി ഉത്തരത്തിന് 2 മാർക്ക് വീതമാണ്. അപ്പൊ 5 ശരി ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ 5 × 2 10 മാർക്ക് കിട്ടി. പക്ഷെ എത്ര മാർക്ക് പോകും? -1 മാർക്ക് ഓരോ തെറ്റുത്തരത്തിനും കുറയുന്നു. അതുകൊണ്ട് തന്നെ 15 × -1 എന്ന് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ ആൻസർ എന്ത് വരണം? ആൻസർ എന്തായിരിക്കണം വരേണ്ടത്? അപ്പൊ ഇവിടെ 5 × 2 10 വന്നു. 15 × -1 -15 വന്നു. അപ്പൊ ടോട്ടൽ മാർക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? therefore his total marks is equal to 10 - 15. പാവോടാ, നെഗറ്റീവ് മാർക്ക് ആയി പോയവന് അല്ലേടാ. 10 ന്ന് 15 കുറച്ചാൽ എത്രയാണ്? -5 ആണ് കിട്ടണ്ടേ അല്ലേ? -5 ആണ് നമ്മുടെ പയ്യന് കിട്ടിയ മാർക്ക്. വെറുതെ ആയിപ്പോയവൻ എക്സാം എഴുതാൻ പോയത് അല്ലേ? 0.5 മാർക്സ് ആണ് നമ്മുടെ പയ്യന് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള റേഷ്യോയിൽ നിന്നുമുള്ളൊരു ചോദ്യമാണിത്. നമ്മൾ പഠിച്ചിട്ടുള്ള അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമാണ്. ഇത് അത്യാവശ്യം നല്ല എളുപ്പമുള്ളതായിരുന്നു കേട്ടോ. നോക്കിക്കേ, ദ ലൈൻ AB കണ്ട, AB എന്ന് പറയുന്ന വലിയൊരു വര ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ 2:3:5 എന്ന അംശബന്ധത്തിൽ എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെ പോയിന്റ്സ് അവനെ കട്ട് ചെയ്തിരിക്കുന്നത്? Pയും Qവും വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതിനകത്ത് ഒരു ഇൻഫോർമേഷൻ മാത്രമേ നമ്മളുടെ കയ്യിൽ തന്നിട്ടുള്ളൂ. ഒരു ചെറിയൊരു പോയിന്റിന് മാത്രം മെഷർമെന്റ് തന്നിട്ടുണ്ട്. ക്യൂബിയുടെ നീളം 15 സെന്റിമീറ്റർ. അത് ഇവിടെ മുതൽ ഇവിടെ വരെ 15 സെന്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം നമ്മളോട് പറയുന്നുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് AP കണ്ടുപിടിക്കണം, PQ കണ്ടുപിടിക്കണം. ചെയ്യാം നമുക്ക് എന്നാ. അപ്പൊ നമ്മുടെ റേഷ്യോ നമുക്കൊന്ന് മാറ്റി എഴുതാം. റേഷ്യോ ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് നീക്കി എഴുതുവാണ്. AP = PQ = QB. എത്രയാണ് വരേണ്ടത്? 2:3:5 ആണ് വരേണ്ടത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ റേഷ്യോയിൽ പഠിച്ചനുസരിച്ച് x വെച്ച് കണക്ട് ചെയ്യുമ്പോൾ 2x 3x 5x ആണ് വരേണ്ടത്.
ഇതിനകത്ത് തന്നിട്ടുള്ളത് ഏതാണ്? QB ആണ് തന്നിട്ടുള്ളത്. QB എന്ന് പറയുമ്പോൾ അതെ, QB എന്ന് പറയുമ്പോൾ 5x ആണ്. 5x ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ അതിനകത്ത് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാലോ. യെസ്, നമുക്ക് ചെയ്യാം. 5x is equal to 15. Therefore, x is equal to 15 by 5, that is equal to 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. 3 സെന്റിമീറ്റർ നമുക്ക് എക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് AP കണ്ടുപിടിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് PQ കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ. AP എന്താ വരിക? AP is equal to, ഇപ്പൊ നോക്കിക്കേ, AP is equal to 2x ആണ് അല്ലേ? അപ്പൊ AP 2x ആണ്. 2 അവിടെ കൊടുത്തു. എക്സിന്റെ വാല്യൂ 3 ആണ്. 3 into 2 6 സെന്റിമീറ്റർ ആണ് നമുക്ക് എന്ത് കിട്ടുക? AP യുടെ ഉത്തരം കിട്ടുന്നത്. ക്ലിയർ അല്ലേ? AP is equal to 6 സെന്റിമീറ്റർ. ഇനി PQ ആണെങ്കിലോ, PQ എന്ന് പറയുമ്പോൾ 3x ആണ് അല്ലേ? അപ്പോൾ PQ is equal to 3x ആണ്. 3 into 3 that is equal to 9 സെന്റിമീറ്റർ. 9 സെന്റിമീറ്റർ നമുക്ക് PQ കിട്ടി. ഉത്തരം കഴിഞ്ഞു. പക്ഷേ ഇനി നമുക്ക് ഒരു ചെറിയ കാര്യം കൂടി പറയുന്നുണ്ട്. ക്യൂബിയുടെ നീളം 30 സെന്റിമീറ്റർ ആയിരുന്നുവെങ്കിൽ ഇത്രയും നേരം ക്യൂബിയുടെ നീളം നമ്മൾ 15 സെന്റിമീറ്റർ എടുത്തല്ലേ. ഇനി നമ്മളോട് പറയുന്നു ക്യൂബി ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളുടെ 5x എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആയിരുന്നു എങ്കിൽ AP യുടെ നീളം എത്ര? അങ്ങനെയാണെങ്കിൽ x ആദ്യം കണ്ടുപിടിക്കണം അല്ലേ? Therefore, x is equal to 30 by 5, that is equal to 6 സെന്റിമീറ്റർ. Therefore, AP is equal to, AP എത്രയാണ് വരിക? 2x ആണ് വരുന്നത് അല്ലേ? 2x is equal to 2 into 6, 12 സെന്റിമീറ്റർ ആണ് അപ്പോൾ AP യുടെ നീളം വരുന്നത്. സിമ്പിൾ അല്ലേ? നല്ല എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചും കണ്ടു എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാവരും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം. പ്രൂഫ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് വരുന്നത് അല്ലേ? ഇതിനകത്തായിരിക്കും കുറച്ച് പേർക്കെങ്കിലും ഇതത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ആൾക്കാർ ഉണ്ടാവുക. ഇത് പക്ഷേ ടെക്സ്റ്റിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്, അതായത് ടെക്സ്റ്റിൽ ചോദിച്ച സംഭവം തന്നെ ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ് ഇവിടെ. അത് കത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കിയടാ, 10ലാണ് A ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ B ക്വസ്റ്റ്യൻ ഒരെണ്ണോട് ഉണ്ടല്ലേ? രണ്ടും പ്രൂഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കാം. Prove that the chords of a circle at equal distances from the center have equal length. നമുക്ക് ആദ്യം തന്നെ ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ അങ്ങോട്ട് ശരിയായില്ലല്ലോ. പോട്ടെ, അത് മതി. സെന്റർ എന്താണ്? O എന്ന് നമുക്ക് സെന്ററിന് പേര് കൊടുക്കാം അല്ലെ? 2 കോഡ് വേണം. കോഡ് നമുക്ക് മറ്റൊരു കളർ വെച്ച് വരച്ചു. കോഡ് നമുക്ക് പേര് കൊടുക്കണ്ടേ? AB എന്നും അതേപോലെ തന്നെ CD എന്നും നമ്മൾ എന്തിന് പേര് കൊടുത്തു? കോഡിന് പേര് കൊടുത്തു. ഓക്കെ ആണല്ലോ? നമ്മളോട് പറഞ്ഞിരിക്കുന്നു കേന്ദ്രത്തിൽ നിന്നും തുല്യ അകലത്തിലുള്ള ഒരു വൃത്തത്തിലെ ഞാണുകൾക്ക് തുല്യ നീളമുണ്ടെന്ന് തെളിയിക്കുക. അതായത് ABയും അതേപോലെ തന്നെ CD യും തുല്യമാണെന്നാണ് തെളിയിക്കേണ്ടത്. എന്താണ്? we have to prove AB is equal to CD. രണ്ട് ഞാണുകൾക്കും ഒരേ നീളമാണെന്ന് തെളിയിക്കണം. അതിന് മറ്റൊരു ഇൻഫോർമേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. The chords of a circle at equal distances from the center. സെന്ററിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കും ഇവ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ? അതായത് ഓയിൽ നിന്ന് മുകളിലേക്ക് പോയിരിക്കുന്ന ഈ ഒരു ഹൈറ്റും ഓയിൽ നിന്ന് താഴ്ത്തോട്ട് പോയിരിക്കുന്ന ഈ ഒരു ഹൈറ്റും തുല്യമാണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് അതിനൊരു പേര് കൊടുക്കണമല്ലോ. M എന്നും N എന്നും പറഞ്ഞ് നമ്മൾ ആ രണ്ട് മിഡ് പോയിന്റ്സിനും പേര് കൊടുത്തു. ഓക്കെ ആണല്ലോ? അപ്പൊ മുകളിലേക്ക് പോയിരിക്കുന്ന OM ഉം ON ഉം തുല്യമാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? OM ഉം ON ഉം തുല്യമാണെന്ന് ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാലോ. ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം. എഴുതാം. OM is equal to ON given തന്നിട്ടുണ്ടല്ലേ? നമ്മളോട് പറയുന്നുണ്ട് OM ഉം ON ഉം ഓക്കെ ആണ് എന്നുള്ള കാര്യം നമ്മളോട് പറയുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തെടുക്കാൻ പോകുന്ന 2 ട്രയാങ്കിൾസ് എടുത്താണ് നമ്മൾ ഈ പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ ബ്ലൂ കളർ ഒന്ന് മാറ്റുവാണ്. ബ്ലൂ കളർ മാറ്റി നമുക്ക് മറ്റൊരു കളർ എടുക്കാം. ഓക്കെ, ഓറഞ്ച് കളർ എടുക്കാം. ഇതന്നെ നമ്മൾ മുകളിലേക്ക് വരച്ചു, അതേപോലെ തന്നെ താഴത്തോട്ട് വരച്ചു. ഇനി നമ്മൾ COനെയും AOനെയും കണക്ട് ചെയ്ത് വരയ്ക്കും. ഇപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടിയല്ലോ. 2 കുഞ്ഞു ട്രയാങ്കിൾസ് കിട്ടി. Considering triangle AOM and triangle CON. 2 ട്രയാങ്കിൾസ് നമ്മൾ എടുത്തു. ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ പോകുന്നത്. ഇനി നോക്കിയടാ, ഇതിനകത്ത് AO എന്ന് പറയുന്ന ആ വര എന്താണ്? റേഡിയസ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? R എന്ന് പേര് കൊടുക്കാലോ. AOയും റേഡിയസ് ആണ്,
സിഒയും റേഡിയസ് ആണ്. അപ്പൊ നമ്മൾ രണ്ടു പേർക്കും എന്ത് കൊടുത്തു? ആർ എന്ന് പേര് കൊടുത്തു. ഓക്കെ, രണ്ടുപേരും റേഡിയസ് ആണ്. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഒ എമ്മും ഒ എന്നും എന്ന് പറയുന്നത് തുല്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ രണ്ടിന് നമുക്ക് എക്സ് എന്ന് വാല്യൂ കൊടുക്കാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ സി എൻ, അതായത് ഈ രണ്ട് വശങ്ങളും കിട്ടി, ഈ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളും കിട്ടി. ഇനി മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? സി എൻ ഈസ് ഈക്വൽ ടു, ഇതിനപ്പുറത്ത് എഴുതിക്കോട്ടെ, യെസ്, സി എൻ ഈസ് ഈക്വൽ ടു, സി എൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ 90 ഡിഗ്രി വന്നല്ലേ ഇവിടെ, കാരണം പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ 90 ഡിഗ്രി വരും. അപ്പോ ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള സിഒയിൽ നിന്നും നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഒ എൻ മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് കൊടുക്കാലോ, തൊട്ടപ്പുറത്തേൽ കൊടുക്കാം. Cn is equal to CO square minus ON square. CO എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? CO എന്ന് പറഞ്ഞാൽ ദേ നോക്കിക്കേ, CO എന്ന് പറഞ്ഞാൽ R ആണ്, ON എന്ന് പറഞ്ഞാൽ X ആണ്. അപ്പൊ നമുക്ക് കൊടുക്കാം √R² മൈനസ് X². അവിടെ നിൽക്കട്ടെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേണ്ട അടുത്ത ആളാരാണ്? നമ്മള് സി എന്നിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വേണ്ട നമുക്ക് രണ്ട് കോഡുകളാണ് വേണ്ട അല്ലെ. പക്ഷെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് മാത്രം എടുത്തിട്ടുള്ള കോഡിന്റെ പകുതി ഭാഗം മാത്രമേ നമ്മളിപ്പോൾ തൽക്കാലം എടുക്കുന്നുള്ളൂ. ഇനി മുകളിൽ ആരാണ്? എ എം ആണ് അടുത്ത ആളല്ലേ, നമ്മുടെ അടുത്ത ആൾ നമ്മുടെ എ എം ആണ്. അപ്പൊ നമ്മൾ എഴുതുന്നു AM is equal to √, അവിടെയും നമുക്ക് കൊടുക്കാലോ, അവിടെയും നമുക്ക് AO², നോക്കിക്കേടാം, AO² മൈനസ് OM² എന്ന് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ നമുക്ക് കൊടുക്കാം √, AO² minus OM², that is equal to √R² minus X². This is the equation number 2. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം രണ്ട് ഇക്വേഷൻസും തുല്യമാണ് അല്ലെ. Cn is equal to AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം AM ഉം Cn ഉം തുല്യമാണെങ്കിൽ ടോട്ടൽ ലെങ്ത്, അപ്പുറത്തെ ലെങ്ത്തും എന്ത് തന്നെയായിരിക്കും? തുല്യം തന്നെയായിരിക്കും. Therefore രണ്ട് കോഡുകളായിട്ടുള്ള AB is equal to CD. ഓക്കെ, അപ്പൊ രണ്ട് കോഡുകളും തുല്യമാണെന്ന് നമുക്ക് കിട്ടിയാലോ. ഹെൻസ് പ്രൂവ്ഡ്. അങ്ങനെ നമ്മൾ ഇത് തെളിയിച്ചു കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മളുടെ എക്സും ആറും വെച്ചിട്ട് തെളിയിച്ചാൽ മതി, ഈക്വൽ ട്രയാങ്കിൾസ് എടുക്കണ്ട. ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടി വെച്ചെടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. SSS അപ്ലൈ ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ റേഡിയസ് ആറും എക്സും വെച്ചിട്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രൂഫ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. യെസ്, അടുത്ത പ്രൂഫ് ക്വസ്റ്റ്യൻ 10B ഇതേ സെയിം പാറ്റേൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ചെയ്യുന്ന രീതി സെയിം തന്നെ. ഓക്കെ, നോക്കാം. Prove that the perpendicular from the center of a circle to a chord bisects the chord. ഞാൻ ആദ്യം പിക്ചർ വരയ്ക്കാം അല്ലെ. സർക്കിൾ വരച്ചു, സെന്റർ മാർക്ക് ചെയ്തു, O എന്ന് പേര് കൊടുത്തു. അതിനുശേഷം ഒരു കോഡ് മതി നമുക്കിവിടെ. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് വരയ്ക്കുന്ന, അപ്പൊ നമുക്കൊരു ഞാൻ മതി അല്ലെ, ഒരു ഞാൻ മതി. ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം നോക്കാം. നമുക്ക് ലംബം വരയ്ക്കാം. നമുക്ക് മറ്റൊരു കളർ എടുത്ത് വരയ്ക്കാം. ലംബം ഞാണിനെ സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. ഞാണിനെ രണ്ട് കഷ്ണങ്ങളായിട്ട് തുല്യമായിട്ട് കട്ട് ചെയ്യുമെന്നാണ് നമുക്കിവിടെ തെളിയിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അതായത് നമുക്ക് പേര് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. പേര് കൊടുക്കുന്നു ABC. അതായത് വി ഹാവ് ടു പ്രൂവ് ഇത് രണ്ടും കട്ട് ചെയ്യും എന്നല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്. അതായത് AC-യുടെ നീളവും CB-യുടെ നീളവും തുല്യമാണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്കിവിടെ എഴുതാം we have to prove AC is equal to CB. എന്നാലേ അത് ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു വരയെ ബൈസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ട് കഷ്ണങ്ങളുടെ നീളം എന്തായിരിക്കണം? തുല്യമായിരിക്കണം അല്ലെ. അപ്പൊ AC is equal to CB ആണ് നമുക്ക് ഇവിടെ തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ ഇവിടെയും ചെയ്യണം. എന്താണ്? നമ്മളുടെ കണക്ട് ചെയ്ത് നമ്മൾ ഇതിനെ രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റും. ഓയിനെ എയിലേക്കും ഓയിനെ ബിയിലേക്കും കണക്ട് ചെയ്ത് രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റുന്നു. റേഡിയസും എക്സ് ഒക്കെ കൊടുക്കാലോ നമുക്ക്. റേഡിയസും എക്സും ഒക്കെ ഇതാണ് ഇവിടുത്തെ R എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ എക്സ് ചെയ്താൽ കോമൺ ആയിട്ടുള്ള ഒരു വശം ഉണ്ടല്ലോ, OC ആണ് ഇവിടുത്തെ രണ്ട് പേർക്കുള്ള കോമൺ ആയിട്ടുള്ള ഒരു വശം അല്ലേ. അപ്പൊ എക്സ് ആണ് ഇവന്മാരുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള സൈഡ്. ഇനി നമുക്ക് AC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? AC എന്ന് പറയുന്ന ഈ ഒരു സൈഡും CB എന്ന് പറയുന്ന ഈ ഒരു സൈഡും കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. AC is equal to √AO² minus OC². AO ആണ് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ്, അതിൽ നിന്ന് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് കുറയ്ക്കുന്നു. AO എന്ന് പറയുമ്പോൾ R² മൈനസ് X². ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷം നമുക്ക് എന്തെടുക്കാം? AC കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് CB ആണ്. CB is equal to √OB² മൈനസ് OC². OB² എന്ന് പറയുമ്പോഴും R² ആണ്,
അതേപോലെ തന്നെ OC സ്ക്വയർ എന്ന് പറയുമ്പോഴും എക്സ് സ്ക്വയർ ആണ്. സെയിം ആയില്ലേ? 1ഉം 2ഉം ഇക്വേഷൻസ് സെയിം ആയിട്ട് വന്നു. Therefore we can say that AC is equal to CB and we can prove that the perpendicular bisector from the center of a circle to a chord bisects the chord. ക്ലിയർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ 11ാമത്തെ വരയ്ക്കാനുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഡ്രോ എ റോംബസ് ഓഫ് ഡയഗണൽസ് 7 സെന്റിമീറ്റർ 5.5 സെന്റിമീറ്റർ 7 സെന്റിമീറ്ററും 5.5 സെന്റിമീറ്ററും വികരണങ്ങൾക്ക് നീളം വരുന്ന ഒരു സമഭുജ സാമാന്തരികം വരയ്ക്കണം. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് 7 സെന്റിമീറ്ററും 5.5 ആണ്. രണ്ടും ഡെസിമൽ ആയിരുന്നെങ്കിൽ നമ്മൾ ഇച്ചിരി ഒന്ന് പാടുവിട്ട് പോയേനെ. പക്ഷെ ഇവിടെ ഒരെണ്ണം നാച്ചുറൽ നമ്പർ ആണ്, നോർമൽ നമ്പർ ആണല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേതാണ് ഡെസിമൽ നമ്പർ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു നോർമൽ നമ്പറും ഒരു ഡെസിമൽ നമ്പറും വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പഠിച്ചിട്ടുള്ളത്? ആദ്യം ആ തന്നിരിക്കുന്ന 7 സെന്റിമീറ്റർ ഡെസിമൽ നമ്പർ ആദ്യം വരയ്ക്കാം. 5.5 7 സെന്റിമീറ്റർ നമുക്ക് ബൈസെക്ട് ചെയ്യാലോ. മുകളിലേക്ക് 3.5ഉം താഴത്തോട്ട് 3.5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സംഭവങ്ങളും കിട്ടും. രണ്ട് ഡയഗണൽസിന്റെ രണ്ട് കഷ്ണങ്ങളും കിട്ടും. എന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? നമ്മളുടെ സമഭുജ സാമാന്തരികവും കിട്ടും. നമുക്ക് അടിപൊളിയായിട്ട് റോംബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വരയ്ക്കാം നമുക്കിന്ന്. റെഡി ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് വരയ്ക്കാം. യെസ്, നമ്മളിത് നെക്സ്റ്റ് പേജ് ഒക്കെ എടുത്തു. ആദ്യം തന്നെ എന്ത് ചെയ്യണം? ജസ്റ്റ് സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ കോമ്പസും വേണം. ഓക്കെ, യെസ്, എടുത്തല്ലോ. ഏറ്റവും ആദ്യം 5.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. 5.5 സെന്റിമീറ്റർ 5.5 ആ ഡെസിമൽ നമ്പർ അങ്ങോട്ട് വരച്ചു. നമുക്ക് എന്ത് ചെയ്യാം? പേരൊക്കെ കൊടുത്ത് ഭംഗിയാക്കാം. ABC കൊടുക്കട്ടോ, കാരണം ഇത് ഡയഗണൽ ആണ്. അപ്പോൾ ഡയഗണൽ ആയതുകൊണ്ട് ഇടവിട്ട് എഴുതാം. AB കഴിയുള്ള C ആണ് കൊടുക്കേണ്ടത്. കൊടുത്തല്ലേ? AC കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? മുകളിലേക്കും താഴേക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 3.5ഉം 3.5. അതിന് മുന്നേ എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. നമ്മുടെ റോംബസിന്റെ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. വികരണങ്ങൾ പരസ്പരം ലംബ സമഭാജികളാണ്. അതുകൊണ്ട് തന്നെ വരയ്ക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ വരയെ കൊണ്ടുവയ്ക്കുക. പകുതിയിൽ കൂടുതൽ അളവെടുക്കുന്നു. മുകളിലേക്കും താഴേക്കും നമ്മളുടെ ബൈസെക്ടർ വരയ്ക്കുന്നു. ഇതേ നമ്മൾ വരയ്ക്കുവാണേ. മുകളിൽ നിന്ന് എടുത്തു. ആദ്യം മുകളിൽ നിന്ന് എടുത്ത് വരച്ചു. അതേപോലെ തന്നെ താഴത്തോട്ട് കൊണ്ടുവന്നു. താഴത്ത് നമ്മൾ ഇതേ വരച്ചു. ഇനി C കൊണ്ട് കുത്തി വീണ്ടും കറക്കി. ഓക്കെ, C കൊണ്ട് നമ്മൾ കുത്തുന്നു. വീണ്ടും കറക്കിയെടുത്തു. ഇപ്പുറത്തുനിന്ന് വരച്ചു. അതേപോലെ തന്നെ താഴ്ത്തു. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ആർക്കുകളെയും നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കാം. അല്ലെ, രണ്ട് ആർക്കുകളെയും നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് വരയ്ക്കാം. യെസ്, ഇതേ നമ്മൾ മുകളിൽ നിന്ന് താഴ്ത്തോട്ട് വരച്ചു. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി പോയിരിക്കുന്ന വരയിൽ വേണം എന്ത് വരയ്ക്കാനായിട്ട്? 3.5 എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സ്കെയിൽ എടുത്തിട്ട് ജസ്റ്റ് 3.5 വളർന്നെടുത്താൽ മതി കേട്ടോ. സ്കെയിൽ എടുക്കുന്നു. 3.5 മുകളിലോട്ട് അളന്ന് നോക്കാം. 3.5 ഇതിനെ എങ്ങനെ വെച്ചു? അപ്പൊ നോക്കിയേ, 0 ഇവിടെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുക തൽക്കാലം. ഇതാണ് നമ്മുടെ 3.5. ഇനി താഴ്ത്തോട്ട് അതേപോലെ തന്നെ നമുക്ക് നോക്കാം. താഴ്ത്തോട്ടും 3.5 ഇത് ഇവിടെ ആയിട്ടാണ് 3.5 വന്നിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ആർക്കൊന്ന് മായ്ച്ചു കളയാം. ഈ തന്നിരിക്കുന്ന നീല കളറിലെ ആർക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് മായ്ച്ച് ഒന്ന് ഭംഗിയാക്കാം. ഇല്ലെങ്കിൽ ചെറിയൊരു വൃത്തികേടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതൊക്കെ മായ്ച്ചു കളയാണ്. ഓക്കെ, മുഴുവനായിട്ട് മായ്ക്കേണ്ട, കാരണം ആർക്ക് വരച്ചെന്ന് നമുക്ക് മനസ്സിലാവേണ്ടേ. അപ്പൊ മുഴുവനായിട്ട് മായ്ക്കേണ്ട. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തുമാണ് നമ്മുടെ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പേര് കൊടുക്കാലോ. ഇതിന് B എന്നും ഇതിന് C എന്നും പേര് കൊടുക്കുന്നു. C അല്ല, D എന്നും പേര് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് വരയ്ക്കാം. 4 പോയിന്റ്സിനെയും കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മളുടെ റോംബസ് റെഡി ആയിട്ടോ. 3.5 മുകളിലേക്കും താഴേക്കും നമ്മൾ എടുത്തു. ഓക്കെ, വരയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് മഞ്ഞ കളർ എടുക്കാം. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക്, അതേപോലെ തന്നെ ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക്,
അതിനുശേഷം ഡിയിൽ നിന്ന് വീണ്ടും തിരിച്ച് എയിലേക്ക്. ഇത് നമ്മുടെ റോംബസ് ഇസ് റെഡി. അടിപൊളിയായിട്ട് നമ്മുടെ റോംബസ് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ അളവ് കൂടി ഒന്ന് നോക്കാം അല്ലെ. 7 സെന്റിമീറ്റർ വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കോ. 7 സെന്റിമീറ്റർ കിട്ടി. അതേപോലെ തന്നെ തിരിച്ച് വീണ്ടും 5.5 നോക്കണമെന്നില്ല, കാരണം 5.5 എടുത്താണല്ലോ നമ്മൾ വരച്ചു തുടങ്ങിയത്. അപ്പോൾ ABCD എന്ന് പറയുന്നത് നമ്മളുടെ റോംബസ് റെഡിയായി. ഇനി 7 സെന്റിമീറ്ററിന്റെ അളവ് കൂടി ഒന്ന് എഴുതി വെക്കണം കേട്ടോ. 7 സെന്റിമീറ്റർ അതുകൂടി ഒന്ന് എഴുതി ഭംഗിയാക്കി വെക്കണം. ക്ലിയർ? ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 11ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. 12ാമത്തേൽ നമുക്ക് നോക്കാം. ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ശ്രദ്ധിക്കാം. ഇൻ ദ ഫിഗർ, ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ ആണിത്. ഇൻ ദ ഫിഗർ AB is equal to AC. ABയും ACയും തുല്യമാണ് എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ. 12ാമത്തേൽ ABയും ACയും തുല്യമാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളോട് തന്നിരിക്കുന്നത് 4 സെന്റിമീറ്റർ ആണ്. പിന്നെ BC, മൊത്തം BCയുടെ നീളം എത്രയാണ് തന്നിരിക്കുന്നത്? 7 സെന്റിമീറ്റർ BCയുടെ നീളവും പറയുന്നുണ്ട്. അടുത്ത ഇൻഫർമേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. AD is the perpendicular bisector of BC എന്ന് പറയുന്നുണ്ട് അല്ലേ. AD BCയെ തുല്യം എന്തായിട്ട് ലംബമായി കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ B is equal to 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് AD is perpendicular to BC എന്ന് പറയുന്നുണ്ട്. ആംഗിൾ B is equal to 30 ഡിഗ്രി എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇതിനകത്ത് BC is equal to 7 സെന്റിമീറ്റർ എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആംഗിൾ C എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ C എത്രയാണ് നമുക്ക് ഇപ്പുറത്തോട്ട് നോക്കാം. അതായത് ഇതാണ് നമ്മുടെ ആംഗിൾ C. ഇതാണ് നമ്മുടെ ആംഗിൾ C എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഏത് വെച്ചിട്ടാണ് ഇത് ഒന്ന് സോൾവ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, ഇവിടെ AD എന്ന് പറയുന്നത് ഇവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പോൾ BCയുടെ മൊത്തം നീളം 7 സെന്റിമീറ്റർ ആണെങ്കിൽ AD ഈ BCനെ വന്നിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് ഈ കഷ്ണങ്ങളും BD എന്ന് പറയുന്ന ഈ ഒരു കഷ്ണവും DC എന്ന് പറയുന്ന ഈ ഒരു കഷ്ണവും തുല്യമായിരിക്കണം അല്ലേ. അതായത് 7/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5 കിട്ടണ്ടേ. 3.5 നമുക്ക് രണ്ട് സ്ഥലത്തും കിട്ടണം. 3.5 ഇവിടെയും 3.5 ഇവിടെയും നമുക്ക് കിട്ടണം. അത് ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കി, രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ. ഇവിടെയും 4 സെന്റിമീറ്റർ, ഇവിടെയും 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ. ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണല്ലോ. രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അത് ഒരു ഐസോസിലസ് സമപാർശ്വ ത്രികോണമായിരിക്കും അല്ലെ. നമുക്കറിയാം ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് നമുക്ക് തന്നിട്ടുണ്ട് ഈ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആണ് ആംഗിൾ B 30 ഡിഗ്രി കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഏത് ആംഗിൾ തന്നെയായിരിക്കും? ആംഗിൾ C എന്ന് പറയുന്നതും 30 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പൊ എത്ര എവിടെ കൊടുക്കണ്ടേ? ആൻസർ 30 ഡിഗ്രിയാണ് ആംഗിൾ C കിട്ടേണ്ടത്. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ഓക്കെ ആണോ? യെസ്. അപ്പൊ ആംഗിൾ C നമുക്ക് 30 എന്ന് കിട്ടും. ഇനി അതിനുശേഷം നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച ഒരു കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. റൈറ്റ് ദി ലെങ്ത് ഓഫ് BD. BDയുടെ നീളം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞേ. BD എന്ന് പറയുമ്പോൾ is equal to 7/2 that is equal to 3.5. അതിന്റെ കാരണം കൂടി ഒന്ന് ബ്രാക്കറ്റിൽ എഴുതാം. AD is the perpendicular bisector of BC. എന്തിന്റെ? BCയുടെ ലംബ സമഭാജിയാണ് എന്ത്? AD എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 7ന്റെ പകുതിയായിരിക്കും. ഈ രണ്ട് കഷ്ണങ്ങൾ എത്ര തന്നെയായിരിക്കും ഇവിടെ? 3.5 സെന്റിമീറ്റർ ഇവിടെയും 3.5 സെന്റിമീറ്റർ അപ്പുറത്ത് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ പറഞ്ഞ കാര്യം? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു ആംഗിളും കൂടി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ആംഗിൾ BAD. അതെവിടെ കിടക്കുന്നത്? ആംഗിൾ BAD. ഇത് ഇവിടെയാണ് BAD വരുന്നത് അല്ലേ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവേ. നമുക്ക് കിട്ടിയ സംഗതികളെല്ലാം നമുക്ക് എടുത്തെഴുതാം. ഇത് 30 ഡിഗ്രി ആണെന്ന് കിട്ടി, ഇത് 3.5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി, ഇത് 3.5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്, ഇപ്പുറത്തും 90 ഡിഗ്രിയാ വരണ്ടേ അല്ലേ. 90 ഡിഗ്രി നമ്മൾ സാധാരണ എഴുതാറില്ല. ഈ ഒരു സിമ്പിൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം അല്ലെ. അപ്പൊ ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കണം? ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ദി ആംഗിൾസ് എത്രയാണ്? ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ്? 180 ഡിഗ്രി. ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളുടെയും തുക 180 ഡിഗ്രിയാണ് അല്ലെ. അത് നമുക്ക് അറിയാവുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ രണ്ട് കോണുകൾ തന്നാൽ മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ. Therefore, angle BAD is equal to 180 degree minus angle 30
പ്ലസ് 90 തന്നിരിക്കുന്ന 30ഉം 90ഉം കൂട്ടിയിട്ട് 180 എന്ന് കുറയ്ക്കുക. എത്രയാണ്? 180 മൈനസ് 120. 90ഉം 30ഉം കൂടി കൂട്ടുമ്പോൾ 120 വരും. ഫൈനൽ ആൻസർ 60 ഡിഗ്രി. 60 ഡിഗ്രിയാണ് അപ്പൊ നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടേണ്ടത്. സിമ്പിൾ അല്ലേ? ഇതും നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഈശ്വര അതിനകത്ത് ഏതൊക്കെയാ കണ്ടുപിടിക്കണ്ടേ എന്ന ചെറിയൊരു കൺഫ്യൂഷൻ തരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബി പാർട്ട്, ഇതിന്റെ തന്നെ ബി ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ABCD ഒരു ചതുർഭുജം തന്നിട്ടുണ്ട് അല്ലേ? 4 വശങ്ങളുള്ള ഒരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ABCD തന്നിട്ടുണ്ട്. ഇതിനകത്ത് ABയും CDയും അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 സൈഡ്സ് 5 സെന്റിമീറ്റർ ആണെന്നും അടുത്ത ഓപ്പോസിറ്റ് സൈഡ്സ് ആയിട്ടുള്ള ADയും BCയും 4 സെന്റിമീറ്റർ ആണെന്നും പറയുന്നു. പിന്നെ മറ്റൊരു ഇൻഫോർമേഷൻ എന്താണ്? CDB 60 ഡിഗ്രി ആണ്, CBD 70 ഡിഗ്രി ആണ് എന്നും പറയുന്നുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് നമ്മുടെ ഏത് അപ്ലൈ ചെയ്ത് നോക്കാം? സൈഡ്സിന് ഓപ്പോസിറ്റ് അടക്കുന്ന ആൾക്കാർ ഈക്വൽ ആണെന്ന് നോക്കാം അല്ലെ? 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് 70 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് എന്ത് തന്നെയായിരിക്കും? 70 ഡിഗ്രി തന്നെ ആയിരിക്കണം അല്ലേടാ? ഇവിടെയും 70 ഡിഗ്രി, ഇപ്പുറത്തും 60 ഡിഗ്രി ആയിരിക്കും. ഇപ്പുറത്തതേ 4 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ഞാൻ അത് വരയ്ക്കാം. 4ന്റെ ഓപ്പോസിറ്റ് 60 ഡിഗ്രി, 5ന്റെ ഓപ്പോസിറ്റ് 70 ഡിഗ്രി. ഇതേ പരിപാടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം അല്ലെ? 5ന് ഓപ്പോസിറ്റ് 70 ഡിഗ്രി, ഇവിടെ 5 ഇപ്പുറത്താ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ഇവിടെയാ വരണ്ടേ അല്ലേ? ഇവിടെയാണ് എന്ത് വരേണ്ടത്? 70 ഡിഗ്രി വരേണ്ടത്. അതേപോലെ തന്നെ തിരിച്ചും 4ന് ഓപ്പോസിറ്റ് ഇവിടെയാണ് വരേണ്ടത് 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ? ആ കാര്യങ്ങൾ നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ കോൺ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഒറ്റയടിക്ക് നമ്മൾ എല്ലാം കണ്ടുപിടിക്കുന്നതാണ്, നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നേ ഉള്ളൂ കേട്ടോ. മൂന്നാമത്തെ കോണും കൂടി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. മൂന്നാമത്തെ കോൺ നമുക്ക് കണ്ടുപിടിക്കാം. 60യും 70യും എങ്ങനെ കണ്ടുപിടിക്കാം? 180യിൽ നിന്നും 60 പ്ലസ് 70 കുറച്ചാ പോരെ? യെസ്. 180 മൈനസ് 60ഉം 70ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 130 ആണ് കിട്ടുന്നത് അല്ലേ? 60ഉം 70ഉം കൂടി കൂട്ടുമ്പോൾ 130 കിട്ടും. 180ൽ നിന്നും 130 അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എഴുതിയതാണ് 50 ഡിഗ്രി ആണ് കിട്ടുന്നത് അല്ലേ? 50 ഡിഗ്രി കിട്ടും. അപ്പൊ നമുക്ക് എഴുതാലോ. ഇവിടുത്തെ ആംഗിൾ കൂടി നമുക്കൊന്ന് എഴുതിയേക്കാം. 50 ഡിഗ്രി. നമ്മൾ ആദ്യം എല്ലാം കണ്ടുപിടിച്ചേ ഉള്ളൂ. ഇതൊന്നും കണ്ടുപിടിക്കാൻ ആദ്യം പറയുന്നില്ല, പക്ഷെ നമ്മൾ കിട്ടിയ ആ ഇൻഫോർമേഷൻസ് എല്ലാം ബെറ്റർ ആക്കി എഴുതി വെച്ചേ ഉള്ളൂ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നോക്കിക്കേ, ആർ ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ BCD ആർ ഈക്വൽ? ABD ത്രികോണത്തിന്റെയും BCD ത്രികോണത്തിന്റെയും കോണുകൾ തുല്യമാണോ? എന്തുകൊണ്ട്? നമ്മളിപ്പോ കണ്ടുപിടിച്ചതേ ഉള്ളൂ അവർ ഈക്വൽ ആണ് എന്നുള്ള കാര്യം നമ്മളിപ്പോ കണ്ടുപിടിച്ചതേ ഉള്ളൂ. അതിന് കാരണം കൂടി നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തായിരിക്കാം നമുക്ക് നോക്കിയടാ. ഇവിടെ AD 4 സെന്റിമീറ്റർ ആണ്. ഇതേ നീളം വരുന്ന അപ്പുറത്തെ സൈഡ് ഇതാണ് BC ആണ് അല്ലേ? നമുക്ക് അപ്പുറത്ത് എഴുതാം അല്ലേ? നമുക്ക് അപ്പുറത്ത് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കി എഴുതാം. ADയും അതേപോലെ തന്നെ BCയും. AD is equal to BC. ശ്രദ്ധിച്ചേടാ, ഏതൊക്കെയാണ്? ADയും BCയും തുല്യമാണെന്ന് പറയുന്നു. ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ആണ് എന്ത്? നമ്മളുടെ ക്വാഡ്രിലാറ്ററലിന്റെ. ഇനി അടുത്ത ഓപ്പോസിറ്റ് സൈഡ്സ് ചെയ്താലോ? AB is equal to DC. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. നമ്മുടെ 2 ട്രയാങ്കിൾസ് എടുത്താൽ ഈ DB എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതേ നോക്കിയേ, ഇതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ DB ഈ ഒരു ട്രയാങ്കിളിലും ഉണ്ട്. ഇനി മറ്റൊരു ട്രയാങ്കിൾ ആക്കി നമ്മൾ ഇതിനെ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തും ആര് വരുന്നുണ്ട്? DB വരുന്നുണ്ട് അല്ലേ? സോ DB is a common side. 2 പേർക്കും ഒരേപോലെ തുല്യമായിട്ട് വരുന്ന ആളാണ് ആര്? നമ്മളുടെ DB എന്ന് പറയുന്നത്. DB is equal to DB. അപ്പോൾ കോമൺ സൈഡ് എന്നുള്ള കാര്യം ഒന്ന് സൈഡിൽ എഴുതാം. പൊതുവശമാണ് ആര്? DB എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ 3 വശങ്ങൾ മറ്റൊരു ട്രയാങ്കിളിന്റെ 3 വശങ്ങൾക്ക് തുല്യമായാൽ അത് SSS പ്രകാരം തുല്യ ത്രികോണങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ആംഗിൾസും തുല്യമായിരിക്കും. അപ്പൊ കാരണം ചോദിക്കുമ്പോൾ SSS ആണ് എഴുതേണ്ടത്. ആർ ദി ട്രയാങ്കിൾസ് തുല്യമാണോ എന്ന് ചോദിച്ചാൽ യെസ് ആണ് കൊടുക്കേണ്ടത്. യെസ് ഓർണോ കൊടുക്കണം കേട്ടോ. അതിന് ആൻസർ, അതിന് മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ യെസ് കൊടുക്കുന്നു, കാരണം SSS ആണ് എന്നും എഴുതണം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിനകത്ത്. ഏതൊക്കെയാണ്? റൈറ്റ് ഓൾ ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABD. ABD ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് എഴുതാം. 70 ആണ് ഇവിടെ, 60 ആണ് ഇവിടെ, ഇവിടെ 50 ആണ്. നമ്മൾ കണ്ടുപിടിച്ചാണ് അല്ലേ? ഇനി നമുക്ക് ആംഗിൾ പേരാക്കി ഒന്ന് എഴുതി കൊടുക്കാം. ABD അല്ലേ? അപ്പൊ ആംഗിൾ DAB നമ്മൾ ആദ്യം 50 ഡിഗ്രി ആണ് എഴുതുന്നത്. DAB is equal to 50 ഡിഗ്രി. ഇനി അതിനുശേഷം ആംഗിൾ ABD is equal to 60 ഡിഗ്രി. അതിനുശേഷം ആംഗിൾ ADB is equal to 70 ഡിഗ്രി. എല്ലാം എഴുതിയല്ലോ. ABD ട്രയാങ്കിളിന്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ? ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് കടക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ വരയ്ക്കാനുള്ള നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? സർക്കിൾ വരയ്ക്കാൻ
പരിവൃത്തം വരയ്ക്കാനുള്ള നമ്മുടെ സർക്കിൾസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിനാദ്യം എന്ത് വേണം? ഒരു ട്രയാങ്കിൾ വേണം അല്ലെ. ട്രയാങ്കിളിന്റെ വശങ്ങൾ ഏതൊക്കെയാണ്? 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും വശങ്ങൾക്ക് 2 വശങ്ങൾക്ക് നീളം വരുന്ന ഒരു ത്രികോണം വരയ്ക്കണം. അവർക്കിടയിലുള്ള, അതായത് 2 സൈഡ്സിനും ഇടയിലുള്ള നീളമാണ് എന്ത്? 55 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം 6 സെന്റിമീറ്ററിൽ ഒരു ലെങ്ത്, ഒരു നീളം അങ്ങോട്ട് വരയ്ക്കുന്നു, ഒരു വര വരയ്ക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം വേണമെങ്കിൽ 6 എടുക്കാം, അല്ലെങ്കിൽ 4 എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി 55 ഡിഗ്രിയാണ് ഇൻ ബിറ്റ്വീൻ വരുന്നത്. അപ്പൊ 55 ഡിഗ്രി എടുത്തു കേട്ടോ. ഇനി പോയിരിക്കുന്ന വരയിലാണ് എന്തെടുക്കേണ്ടത്? 4 സെന്റിമീറ്റർ എടുക്കേണ്ടത്. 4 സെന്റിമീറ്റർ എടുത്തു. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മുടെ ട്രയാങ്കിൾ ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്ത് അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിൾ കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഏതെങ്കിലും 2 വശങ്ങൾ എടുക്കാം. പേര് കൊടുക്കാം, PQR എന്ന് പേര് കൊടുക്കുന്നു. ഏതെങ്കിലും 2 വശങ്ങൾ എടുത്തിട്ട് ആ വശങ്ങൾ എന്ത് ചെയ്യണം? ബൈസെക്ഷൻ നടത്തണം. ആദ്യം ഞാൻ RQ എടുത്തു, അതിനുശേഷം ഞാൻ PR ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഞാനിപ്പോ RQ എന്ന് പറയുന്ന ആ ഒരു സൈഡും PR എന്ന് പറയുന്ന സൈഡുമാണ് എടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള സൈഡ് എടുക്കാട്ടോ, ഒരു പ്രശ്നവുമില്ല. ഏതെങ്കിലും 2 എണ്ണം എടുത്താൽ മതി. ഓക്കെ. ഇനി PR എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. ഇവിടെ പോയിന്റ് കൊടുത്ത് ബൈസെക്ട് ചെയ്യുന്നു. ഇവർ രണ്ടുപേരുടെ കൂട്ടിമുട്ടിയ ആ പോയിന്റ് ആണ് സെന്റർ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ സർക്കിൾ വരയ്ക്കാനുള്ള, പരിവൃത്തം വരയ്ക്കാനുള്ള സെന്റർ, കേന്ദ്രം എന്ന് പറയുന്നത് ഈ കൂട്ടിമുട്ടിയിരിക്കുന്ന പോയിന്റ് ആണ്. വരച്ചു നോക്കാം നമുക്ക്. എന്നാ റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 6 സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ ഒരു വര വരയ്ക്കണം. ഓക്കെ ആണല്ലോ. പ്രൊട്രാക്ടർ വേണം, അപ്പൊ അതുകൊണ്ട് അതൊക്കെ എടുത്തു വെച്ചു. ആദ്യം എടുത്തു 6 സെന്റിമീറ്റർ നീളത്തിൽ വരാട്ടോ. മഞ്ഞ കളർ എടുക്കാം. ഓക്കെ. അതിനുശേഷം 55 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് പേരും കൂടി കൊടുത്തു പോവാം. Pയും Q എടുക്കാലോ. പ്രൊട്രാക്ടർ എടുത്തു. 55 ഡിഗ്രി. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വേണം 55 ഡിഗ്രി എടുക്കാൻ. ഇപ്പുറത്ത് എടുത്ത് വയ്ക്കരുത്, തെറ്റിപ്പോകും. ഓക്കെ. ഇവിടെ നിന്ന് എടുത്തു 55 ഇവിടെയാണ് വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ അതിനെ കണക്ട് ചെയ്ത് വരയ്ക്കാലോ. യെസ്, ഇതാണ് നമ്മുടെ 55. ഓക്കെ. ഇനി പോയിരിക്കുന്ന വരയിൽ എത്രയാണ്? 6 സെന്റിമീറ്റർ താഴത്തെടുത്തു. അപ്പൊ 6 സെന്റിമീറ്റർ നമുക്ക് അവിടെ നിന്ന് എഴുതാം. ഇനി ഈ പോയിരിക്കുന്ന വരയിൽ ഇനി 4 സെന്റിമീറ്റർ എടുക്കണ്ടേ അല്ലേ. 4 സെന്റിമീറ്റർ എടുക്കാതെ ഈ P കൊണ്ട് കുത്താം, തിരിച്ചു വെച്ചിട്ട് അതിനകത്തൊരു 4 സെന്റിമീറ്റർ എടുത്താൽ മതി. അത്രേ ഉള്ളൂ കാര്യം. ഇവിടെയാണ് വരണ്ടേ കേട്ടോ. ഓക്കെ. 4 സെന്റിമീറ്റർ ഇട്ട് കൊടുക്കാലോ. പേര് കൊടുക്കാലോ. പോണേ 4 സെന്റിമീറ്റർ അതും കൊടുത്തു. ഇനി നമുക്ക് എന്ത് പേര് കൊടുക്കാം? R എന്ന് പേര് കൊടുക്കാം. പുറത്ത് നമ്മൾ R എന്ന് പേര് കൊടുത്തു. ഇനി R-നെയും Q-നെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ടോ. ഓക്കെ. PQR റെഡി. ഓക്കെ ആണല്ലോ. ഇനിയാണ് നമ്മുടെ കോമ്പസിന്റെ പരിപാടി തുടങ്ങുന്നത്. കോമ്പസ് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണം? ഇനി പ്രൊട്രാക്ടർ ഒന്നും വേണ്ട നമുക്ക്. അപ്പൊ അവന്മാരെയൊക്കെ ഒഴിവാക്കി ഇനി കോമ്പസ് എടുത്തിട്ട് ഏതെങ്കിലും 2 വശങ്ങൾ എടുത്ത് അവയുടെ ബൈസെക്ടർ വരയ്ക്കുക. അപ്പൊ നമുക്ക് കോമ്പസ് എടുക്കാലോ. യെസ്, നമ്മൾ കോമ്പസ് എടുത്തു. നമ്മളിപ്പോ PR-ഉം RQ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പൊ 2 വശങ്ങളിലെയും നമുക്ക് ബൈസെക്ഷൻ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം RQ-ൽ ചെയ്യാം. Q-വിൽ കൊണ്ട് നമ്മുടെ കോമ്പസ് വെക്കുന്നു. കുറച്ചൊന്ന് ചെറുതാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? മുകളിലോട്ടും താഴോട്ടും നമുക്ക് എന്ത് ചെയ്യാം? ആർക്ക് മാർക്ക് ചെയ്യണം. അപ്പൊ ഇതേ കൊണ്ടുവച്ചു. ഇതേ കറക്കാൻ പോകണ്ട. നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്ന് ആർക്ക് ഇത്തിരി വലിപ്പത്തിൽ വരച്ചാൽ ചിലപ്പോൾ മുട്ടിയില്ലെങ്കിൽ അത് പ്രശ്നമാവും. അപ്പൊ ഇത്തിരി വലിപ്പത്തിൽ തന്നെ അങ്ങോട്ട് വരച്ചു വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പുറത്തൊന്നും വരച്ച് ഇതേ സെയിം അളവ് മാറാതെ ആറിൽ കൊണ്ടേ കുത്തി നേരെ വീണ്ടും തിരിക്കും. Q-വിൽ കൊണ്ട് വച്ചു. അളവ് ചെറുതായിട്ട് മാറിയിട്ടില്ല. ഓക്കെ. ആറിക്കൊണ്ട് വീണ്ടും കുത്തുന്നു. നേരെ തിരിച്ച് ഓക്കെ. കുറച്ചുകൂടി ഒന്ന് നീട്ടി വരയ്ക്കാം, പ്രശ്നമില്ല. ഓക്കെ. വീണ്ടും കറക്കുന്നു. അപ്പുറത്ത് മുട്ടുന്നുണ്ട്, പക്ഷെ ഇപ്പുറത്താണ് മുട്ടാതിരുന്നത്. ഓക്കെ, ഫൈൻ. യെസ്, വീണ്ടും ഒന്ന് ഇപ്പുറത്തൊന്ന് വീണ്ടും വരച്ചാൽ മതി. കറക്കുന്നു. ഓക്കെ, സെറ്റ്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാം അല്ലേ. നമ്മുടെ വരയും വരച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളുടെ RQ-ൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി PR-ൽ വീണ്ടും വരയ്ക്കണം അല്ലെ. PR-ൽ വരയ്ക്കാനായിട്ട് നമ്മൾ നമ്മളുടെ കോമ്പസ് വീണ്ടും എടുക്കുന്നു. ആർക്ക് വരയ്ക്കൽ മാത്രമേ അതിനകത്ത് ചെറിയൊരു ടാസ്ക് ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. യെസ്, ഇവിടെ നമ്മളിതേ ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ തന്നെ തിരിച്ചും ആർക്ക് വരയ്ക്കുന്നു.
ഇനി വീണ്ടും 6ൽ കൊണ്ടേ കുത്തുന്നു. 6ൽ നിന്ന് നമ്മൾ ആർക്ക് ദേ മുട്ടി. അതേപോലെ തന്നെ തിരിച്ചും വരയ്ക്കണം. തിരിച്ചും വരയ്ക്കുന്നു. ഓക്കെ, ഡൺ. ഇനി എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് വരയ്ക്കാമല്ലോ നമുക്കപ്പോൾ. യെസ്, രണ്ടിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ 2 റെഡ് ലൈൻസും തമ്മിൽ ട്രയാങ്കിളിന്റെ ഉള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യുക? കൂട്ടിമുട്ട്. എന്താ, ട്രയാങ്കിളിന്റെ ഉള്ളിൽ തന്നെ അത് കൂട്ടിമുട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് വീണ്ടും അടുത്ത് എന്ത് വേണം? നമ്മളുടെ കോമ്പസ് വേണം. കോമ്പസ് എടുത്തു, നമ്മുടെ സെന്ററിൽ കൊണ്ട് കുത്തി. പിയിലേക്കും ആറിലേക്കും ക്യൂവിലേക്കുള്ള നീളം നമുക്കൊന്ന് അളന്നെടുക്കാം. 6ലേക്ക് ഇത്രയും വരുന്നുണ്ട്, ക്യൂവിലേക്കും നമുക്ക് കിട്ടുന്നുണ്ട്. ക്യൂവിലും മുട്ടി, അതേപോലെ തന്നെ പിയിലും മുട്ടി, ഇതേപോലെ ഇങ്ങനെ കറങ്ങി വരണം അല്ലെ? അപ്പൊ നമുക്ക് വരയ്ക്കാലോ. യെസ്, ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള അളവെടുത്താൽ മതി, കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മളുടെ സർക്കിൾ റെഡി ആയി അല്ലെ? സർക്കിൾ നമുക്ക് റെഡി ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോ അടിപൊളിയാണല്ലോ. ഓക്കെ, അപ്പൊ നമ്മളുടെ സർക്കിൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് ഇനിയും 3 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. നോക്കിയാലോ നമുക്ക് എന്നാ? ഓക്കെ, യെസ്. നോക്കാം നമുക്ക്. യെസ്, 14ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഏജിന്റെ ക്വസ്റ്റ്യൻ. കുറെ പേര് പറയുന്നുണ്ടായിരുന്നു, ഏജിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, പറഞ്ഞു തരൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ശ്രദ്ധിക്കാം നമുക്ക്. അപ്പുവും അമ്മുവുമാണ് നമ്മളുടെ ഇവിടുത്തെ പ്രധാന കഥാപാത്രങ്ങൾ. ശ്രദ്ധിച്ചേ, അപ്പു ഈസ് 5 year older than അമ്മു. അപ്പുവിന് അമ്മുവിനേക്കാൾ 5 വയസ്സിന്റെ എന്തുണ്ട്? കൂടുതലാണ്. 5 വയസ്സ് മൂത്തതാണ് ആര്? അപ്പു എന്ന് പറയുന്നത് അല്ലേ? നെക്സ്റ്റ് ഇയർ അപ്പൂസ് ഏജ് വിൽ ബി twice that of അമ്മൂസ് ഏജ്. അടുത്ത വർഷം ആവുമ്പോൾ അപ്പുവിന്റെ പ്രായം അമ്മുവിന്റെ പ്രായത്തിന്റെ ഇരട്ടി വരും. അതായത് അടുത്ത വർഷത്തെ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അവരുടെ വയസ്സിന് എക്സ് എന്നും x+5 എന്നും ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മളിനി എക്സ് ഒന്നും കണ്ടുപിടിക്കണ്ട. ക്വസ്റ്റ്യനിൽ ഓൾറെഡി എക്സും x+5 തന്നിട്ടുണ്ട് അല്ലേ? അമ്മുവിന് എക്സ് ആണെങ്കിൽ പ്രായം, അപ്പുവിന്റെ പ്രായം എത്രയായിരിക്കും? അതിനേക്കാൾ 5 കൂടുതലായിരിക്കും. അതായത് എക്സിനോട് കൂടെ ഒരു +5 ചെയ്താൽ മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഒരു വർഷത്തിന് ശേഷമുള്ള വയസ്സ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇപ്പൊ അമ്മുവിനിപ്പോ ഒരു 6 വയസ്സാണ് പ്രായമെങ്കിൽ അടുത്ത കൊല്ലം അമ്മുവിന് എത്ര വയസ്സാവും? 6+1 7 വയസ്സാവും. അത് തന്നെയാണ് അപ്പുവിന്റെ സ്ഥിതി അല്ലേ? ഓരോ വർഷം കൂടുന്നതോടെ നമ്മളെ വയസ്സ് ഓരോന്ന് വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നോക്കൂ, അമ്മുവിന് ഇപ്പൊ എക്സ് ആണെങ്കിൽ അടുത്ത കൊല്ലത്തെ എത്രയായിരിക്കും? ഇവിടെ x+1 ആയിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തയിലേക്ക് കിടക്കാം. അപ്പുവിന്റെ ഏജ് ഇപ്പോ x+5 ആണ് അല്ലേ? അപ്പുവിന് ഇപ്പോ x+5 ആണെങ്കിൽ അതിനോട് കൂടെയും ഒരു 1 കൂട്ടിയിട്ട് x+5+1 എന്നല്ല എഴുതി വെക്കേണ്ടത്, x+6 എന്ന് എഴുതണം. 5+1 കാൽക്കുലേറ്റ് ചെയ്ത് 6 ആക്കി എഴുതിയാൽ നമുക്ക് ഇവിടെ ഉത്തരം അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ x+1ഉം x+6ഉം ആണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി അടുത്തയിലേക്ക് കിടക്കുമ്പോൾ എന്തായിരിക്കും ചോദിക്കുന്നത്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു കൊളുത്തിട്ട് വെച്ചേക്കുക, അതിന് നമ്മൾ ചെയ്യണോ അല്ലേ? അടുത്തയിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ നോക്കാം. അടുത്ത വർഷം അപ്പുവിന്റെ ഏജ് അമ്മുവിന്റെ ഏജിന്റെ ഇരട്ടിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് തന്നെ ഈ നമ്പേഴ്സ്, ഈ പറയുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് ഒരു ഓൾജിബ്രിക് ഇക്വേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ നമുക്ക് വേണം. അപ്പൊ നമുക്ക് എഴുതാലോ. അമ്മുവിന് ഇപ്പോ എക്സ് ആണ്, അതേപോലെ തന്നെ അപ്പുവിന്റെ ഏജ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നു x+1ഉം x+6. നോക്കാലോ നമുക്ക് എന്നാ. ഇനി അടുത്ത കൊല്ലം എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്? അമ്മുവിന്റെ ഏജ് അപ്പുവിന്റെ ഏജ് അമ്മുവിന്റെ ഏജിന്റെ ഇരട്ടിയാവുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്ക് നോക്കാലോ. അപ്പോ എഴുതാലോ. യെസ്, അപ്പൂസ് ഏജ് ഈസ് ഈക്വൽ ടു ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 ഇരട്ടി, 2 into അമ്മൂസ് ഏജ്. ഇതാണ് നമ്മുടെ പരിപാടി. 2 into അമ്മൂസ് ഏജ്, ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അപ്പുവിന്റെ ഏജ് എത്രയായിരുന്നു? x+6 ആണെങ്കിൽ അമ്മുവിന്റെ ഏജിനോട് കൂടെ നമ്മൾ 2 വെച്ചിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ 2 into x+1 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് അടുത്ത വർഷത്തെ റിലേഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത വർഷത്തെ ആ ഒരു നമ്പേഴ്സ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ ആദ്യം തന്നിട്ടുള്ള എക്സും x+5ഉം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. കാരണം അത് ഇപ്പോഴത്തെയാണ്. അടുത്ത കൊല്ലമാണ് ഈ ഒരു ബന്ധം ഉണ്ടാവുന്നത്. 2 ഇരട്ടിയാകും എന്ന് പറയുന്ന ആ ഒരു റിലേഷൻ വരുന്നത് അടുത്ത കൊല്ലമാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത കൊല്ലത്തെ ഇക്വേഷൻ ആയിട്ടുള്ള x+1ഉം x+6ഉം തന്നെ എടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരെ തെറ്റിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യണം കേട്ടോ. ശ്രദ്ധിച്ചേ, 2 into x+1. അപ്പൊ 2 into x ഉം ചെയ്യണം, 2 into 1ഉം ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x +
2 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഫോം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ എന്തായിരിക്കും? ഇത് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമായിരിക്കും അല്ലേ? ശ്രദ്ധിക്കാം, വാട്ട് ആർ ദിയർ ഏജസ് നൗ? ഇപ്പോഴത്തെ അവരുടെ പ്രായം എത്രയാണെന്നാണ് ചോദ്യം. ഇപ്പോഴത്തെ അവരുടെ പ്രായം കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിനകത്ത് നിന്ന് ആദ്യം തന്നെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? ശ്രദ്ധിക്കാം, നമുക്ക് x + 6 ഇപ്പുറത്തുണ്ട്, 2x + 2 അപ്പുറത്തുണ്ട് അല്ലേ? നമുക്ക് സിക്സിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. എക്സിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ 2xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, 2x ആണ് വലുത്, അപ്പൊ വലുത് അവിടെ കിടക്കട്ടെ, ചെറുതായിട്ടുള്ള എക്സിനെ അപ്പുറത്തോട്ട് ഉണ്ടായാൽ പോരെ. ഇനി 6 ആണ് വലുത്, അപ്പൊ വലുത് ഇപ്പുറത്ത് കിടക്കട്ടെ, 2 അല്ലേ ചെറുത്, 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ പോരെ. അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2x - x എന്നും 6 - 2 എന്നും എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ. 2x ന്ന് x കുറച്ചാൽ x തന്നെയാണ് എക്സിന്റെ വാല്യൂ. അപ്പൊ എന്ത് കിട്ടൂടാ? 4 എന്ന് കിട്ടുന്നു. x = 4 എന്ന് കിട്ടുന്നു. x 4 ആണെങ്കിൽ നമ്മളുടെ ആരുടെ പ്രായമായിരുന്നു x എന്ന് പറയുന്നത്? അമ്മുവിന്റെ പ്രായമായിരുന്നു x എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അമ്മുവിന് x ആണ് പ്രായമെങ്കിൽ അപ്പുവിന് എത്രയാണ്? അതിനേക്കാട്ടിലും ഒരു 5 വയസ്സ് കൂടുതലാണ്. ദാറ്റ് ഈസ് 4 + 5 ദാറ്റ് ഈസ് = 9 ആണ് വരുന്നത് അല്ലേ? അപ്പൊ 4ഉം 9ഉം ആണ് ഇപ്പോഴത്തെ അവരുടെ പ്രായം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്തതിൽ എഴുതാലോ. അമ്മുവിനിപ്പോ അമ്മൂസ് ഏജ് എത്രയാണ്? x ദാറ്റ് ഈസ് = 4 ആണ് അല്ലേ? അപ്പൊ അമ്മുവിനിപ്പോ 4 years 4 വയസ്സാണ് പ്രായം. അതേപോലെ തന്നെ അപ്പുവിന്റെ പ്രായം പറയുകയാണെങ്കിൽ അപ്പൂസ് ഏജ് അമ്മുവിനേക്കാൾ 5 കൂടുതൽ. അപ്പോൾ x + 5 ദാറ്റ് ഈസ് = 4 + 5 ദാറ്റ് ഈസ് = 9 years old. 9 വയസ്സും അതേപോലെ തന്നെ 4 വയസ്സുമാണ് ഇവരുടെ പ്രായം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇത് ഇത്ര ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. കുറച്ച് പേരുടെയെങ്കിലും ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും, പക്ഷെ അതിങ്ങനെയാണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുമ്പോൾ ഇതിന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ റെക്ടാങ്കിൾ വെച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ തന്നെ, പക്ഷെ റെക്ടാങ്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റെക്ടാങ്കിളിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തതുമാണ് അല്ലേ? ശ്രദ്ധിക്കാം, 60 cm ലോങ് വയർ ഈസ് ടു ബി ബെൻഡ് ഇൻ ടു എ റെക്ടാങ്കിൾ. 60 cm നീളമുള്ള ഒരു കമ്പി ഉണ്ട്. അതിനെ നമ്മളൊരു ചതുരത്തിന്റെ ഷേപ്പിൽ ഇങ്ങനെ വളച്ചെടുക്കുന്നു. നീളം വീതിയുടെ 2 ഇരട്ടിയേക്കാൾ 3 സെന്റിമീറ്റർ കൂടുതലാണ്. പ്രശ്നമായി. ഈ ഒരു സെന്റൻസ് കണ്ടപ്പോൾ തന്നെ കുറച്ചുകൂടെ മൂഡ് പോയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചേടാ, ലെങ്ത് 3 cm ലോങ്ങർ ദാൻ ട്വൈസ് ദി ബ്രെഡ്ത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നീളത്തിന്റെയും വീതിയുടെയും ആകെ തുക എത്രയാണെന്നാണ് ചോദ്യം. അതിനു മുന്നേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഈ പറയുന്ന കമ്പി വളച്ചെടുത്ത് ഒരു റെക്ടാങ്കിൾ ആക്കി അതിന്റെ മൊത്തം നീളം 60 സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ഈ റെക്ടാങ്കിളിന്റെ ചുറ്റളവാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ഈ കമ്പി ഇങ്ങനെ ചുറ്റി വരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇതിന്റെ മൊത്തം നീളം 60 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ, ചുറ്റളവാണ് തന്നിട്ടുള്ളത് കേട്ടോ. ചുറ്റളവാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ചുറ്റളവ് ഈസ് ഈക്വൽ ടു 60 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്തറിയണം? ചുറ്റളവിന്റെ ഇക്വേഷൻ അറിയണം. എന്താണ് ഒരു റെക്ടാങ്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? 2 × L + B ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആണ്. അങ്ങനെയാണെങ്കിൽ L + B കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 2 × L + B ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള സം, അതായത് എല്ലും ബിയും തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ? L + B ഈസ് ഈക്വൽ ടു 60/2 ദാറ്റ് ഈസ് 30 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? 30 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ വേണം അല്ലേ? ഫോം ആൻ ഇക്വേഷൻ, ഫൈൻഡ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഒരു സമവാക്യം രൂപീകരിച്ചിട്ട് നമ്മളോട് നീളവും വീതിയും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിന് നമ്മൾ കൃത്യമായിട്ടൊന്ന് ആലോചിക്കണം. ശ്രദ്ധിച്ചേ, ഇവിടെ x ഒന്നും തന്നിട്ടില്ല. അമ്മുവിന്റെ അപ്പുവിന്റെയും ക്വസ്റ്റ്യൻ പോലെയല്ല, നമ്മൾ x ഒക്കെ ഇട്ട് കണ്ടുപിടിക്കണം അല്ലേ? വിത്ത് ദ ലെങ്ത് 3 cm ലോങ്ങർ ദാൻ ട്വൈസ് ദി ബ്രെഡ്. ഇവിടെ എന്താണ്? ബ്രെഡിനെ ബേസ് ചെയ്തിട്ടാണ് ലെങ്ത് പറയുന്നത് അല്ലേ? വീതിയുടെ 2 ഇരട്ടിയേക്കാൾ 3 സെന്റിമീറ്റർ കൂടുതലാണ്, അല്ലെങ്കിൽ വീതിയുടെ 2 ഇരട്ടിയേക്കാൾ 3 സെന്റിമീറ്റർ കൂടുതലാണ് നീളം എന്ന് പറയുന്നത്. അപ്പൊ വീതി എന്തായിട്ട് കൊടുക്കണോടാ? അതുകൊണ്ട് തന്നെ നമ്മളുടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് x ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? വീതിയുടെ 2 ഇരട്ടിയോട് 3 കൂട്ടിയത്. ശ്രദ്ധിച്ചേ, the length 3 cm longer than twice the breadth. അപ്പോൾ ആദ്യം തന്നെ twice the breadth എടുക്കണം, അതായത് 2x എടുക്കണം. അതിനോട് കൂടെ 3 സെന്റിമീറ്റർ കൂട്ടിയാലേ നമ്മുടെ ലെങ്ത് കിട്ടുള്ളൂ. ഇത് കണ്ടുപിടിക്കാനായിരിക്കും കുറച്ച് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? L + B 30 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലിന്റെ സ്ഥാനത്ത് 2x + 3 കൊടുക്കാം, ബിയുടെ സ്ഥാനത്ത് x കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഇനി 2xും xും കൂടി അടുത്തടുത്ത് എഴുതാം. x + 3 ഈസ് ഈക്വൽ ടു 30. 2xും xും കൂടി കൂട്ടിയാൽ 3x ആണ്. 3x + 3 ഈസ് ഈക്വൽ ടു 30.
ഇനി 3x ഇപ്പുറത്ത് നിർത്തിയിട്ട് 30 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 3 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആകുന്നു. ദാറ്റ് ഈസ് 3x ഈസ് ഈക്വൽ ടു 27. Therefore, x is equal to 27 divided by 3. എത്ര കിട്ടാൻ 9 ആണ് കിട്ടുന്നത് അല്ലേ. 9 സെന്റിമീറ്റർ ആണ് x കിട്ടുക. 9 സെന്റിമീറ്റർ ആണ് ബ്രെഡ്ത്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബ്രെഡ്ത്ത് കിട്ടിയല്ലോ. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു b ഈസ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കാൻ 2x plus 3 that is equal to 2 into 9 plus 3. 2 into 9 ആദ്യം ചെയ്യുക. ബോർഡ് മാസ് റൂളൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ. അല്ലാതെ 9 plus 3 ചെയ്തിട്ട് ലാസ്റ്റ് ഇൻറ്റു 2 ചെയ്ത് വെക്കരുത്. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ വേണം ചെയ്യാനായിട്ട്. 18 plus 3 21 സെന്റിമീറ്റർ എന്നാണ് നമ്മുടെ നീളം കിട്ടുന്നത്. ഇത് നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പറാണ്. ഓക്കെ, കാരണം ഇതിനകത്ത് ചോദിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ സൊല്യൂഷൻസ് എന്ന് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് കിടക്കാലോ. 15ാമത്തെ ക്വസ്റ്റ്യൻ മിക്സ്ചേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തേൽ നമ്മൾ ഇങ്ങനെ യെല്ലോ കളർ ബ്ലൂ കളർ പെയിന്റ് ഒക്കെ മിക്സ് ചെയ്യുന്നതിനെ പറ്റിയാണ് ചോദ്യം. ഇത് ഇത്തിരി ട്രിക്കി ക്വസ്റ്റ്യൻ ആൻഡ് ഇത് ഇത്തിരി ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഐ അഡ്മിറ്റ് ദാറ്റ്. ഓക്കെ, നമുക്ക് എന്താ ബ്ലൂവും യെല്ലോയും കളേഴ്സ് ആണ് മിക്സ് ചെയ്യുന്നത്. 2:3 റേഷ്യോയിലാണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മൊത്തം ആ ഒരു മിക്സ്ചറിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 60 ലിറ്റർ ആണ്. അതായത് മൊത്തം 60 ലിറ്റർ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എഴുതാലോ. ടോട്ടൽ 60 ലിറ്റേഴ്സ് ആണ്. ടോട്ടൽ എത്രയുണ്ട്? 60 ലിറ്റേഴ്സ് ആണ്. അതിനകത്ത് റേഷ്യോ B:Y അല്ലെങ്കിൽ ബ്ലൂ യെല്ലോയുടെ റേഷ്യോ വരുന്നത് 2:3 ആണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്ലൂ എന്തോരം ഉണ്ടാകും? 60യുടെ 2/5 കണ്ടുപിടിച്ചാൽ നമുക്ക് ബ്ലൂവിന്റെ ക്വാണ്ടിറ്റി കിട്ടും. യെല്ലോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും നമ്മൾ? 60 into 3/5 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോയും കിട്ടി. അപ്പോൾ 60/5 എന്ന് പറയുമ്പോൾ 12 ആണ്. 12 into 2 എന്ന് പറയുമ്പോൾ 24 ആണ്. ഇപ്പുറത്താണെങ്കിൽ 60/5 12 into 3 എന്ന് പറയുമ്പോൾ 36. ഓക്കെ, അപ്പോൾ 24 ലിറ്റർ 36 ലിറ്റർ നമുക്ക് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മുടെ ഒരു ബക്കറ്റിൽ നമ്മൾ ബ്ലൂ യെല്ലോ കൂടി മിക്സ് ചെയ്ത് ബ്ലൂ 24 ലിറ്ററും യെല്ലോ 36 ലിറ്ററും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 60 ലിറ്റർ വരുന്ന ഒരു വലിയ മിക്സർ കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ടു മേക്ക് ദ റേഷ്യോ 3:4. ഈ ഒരു റേഷ്യോനെ 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ കിടന്നിരുന്ന ഈ ഒരു കളേഴ്സിനെ 3:4 അംശബന്ധത്തിൽ മിക്സ് ചെയ്യണമെങ്കിൽ യെല്ലോ ആണോ ബ്ലൂ ആണോ കൂടുതൽ ആഡ് ചെയ്യേണ്ടത്? അത് എത്ര ലിറ്റർ ആഡ് ചെയ്യണം എന്നാണ് ചോദ്യം. അതൊരു പ്രശ്നമുള്ള ചോദ്യമാണ്. ഇതിപ്പോ എങ്ങനെ ആഡ് ചെയ്യുന്നു നമ്മൾ എങ്ങനെ ഇപ്പൊ അങ്ങനെ അറിയാം? ഇപ്പോ 2:3 ആ റേഷ്യോയിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. 3:4 ശ്രദ്ധിച്ചു നോക്കി. ഇതിനകത്ത് നോക്കിയാൽ കണ്ടുപിടിക്കാൻ ഒരു വഴി ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അത് അടഞ്ഞിരിക്കുകയാണ്. ആ വഴി അടഞ്ഞിരിക്കുക. നോക്കി, ഇവിടെ 2 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ 3 ആയി. ഇവിടെ 3 എന്ന് പറയുന്ന റേഷ്യോ 4 ആയി. റേഷ്യോസിൽ തന്നെ എന്തുണ്ടായിട്ടുണ്ട്? വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഒരു നമ്പറിന്റെ വ്യത്യാസം 2ൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഏതോ ഒരെണ്ണം ചേഞ്ച് ആയി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോവാണേ. ലെറ്റ് x be the total volume. X be the total volume of blue color. ഏതാണ്? ബ്ലൂ ട്ടോ. ടോട്ടൽ വോളിയം ഓഫ് ബ്ലൂ കളർ. നമ്മൾ ബ്ലൂവിന്റെ മൊത്തം ക്വാണ്ടിറ്റി എക്സ് എന്ന് എടുക്കുന്നു. അതായത് ബ്ലൂ ആണ് ചേഞ്ച് ചെയ്തെന്നാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന അസംഷൻ. അതായത് യെല്ലോ ഇവിടെ ചേഞ്ച് ആകുന്നില്ല. അപ്പൊ ആ കാര്യം കൂടി എഴുതണം അല്ലെ. യെല്ലോ റിമൈനിങ് കോൺസ്റ്റന്റ്. യെല്ലോ റിമൈൻസ് കോൺസ്റ്റന്റ്. യെല്ലോ മാറുന്നില്ല, ബ്ലൂ ആണ് മാറുന്നത് എന്നാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാലോ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ബ്ലൂവിനോട് കൂടി നമ്മളൊരു എക്സ് ലിറ്ററും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. ഡിവൈഡഡ് ബൈ വൈ. അതായത് യെല്ലോയിൽ മാറ്റം വരുന്നില്ല, ബ്ലൂയിലാണ് മാറ്റം വരുന്നത് അല്ലെ. ബ്ലൂവിനോട് കൂടെ ഒരു എക്സ് ലിറ്ററും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നുണ്ട്. എക്സ് ലിറ്ററും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. യെല്ലോയിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഈ ഒരു കേസിൽ ഉണ്ടാകുന്ന നമ്മുടെ പുതിയ റേഷ്യോ ആണ് എന്ത്? പുതിയ റേഷ്യോ ആണ് നമ്മളുടെ 3:4 എന്ന് പറയുന്നത്. ന്യൂ റേഷ്യോ 3:4 ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 3/4 കിട്ടണം. 3/4 കിട്ടണം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ ആൾക്കാരെ അപ്ലൈ ചെയ്യാലോ. b + x അടുത്തതിലേക്ക് ഒന്ന് എടുത്ത് എഴുതാം. യെസ്, b എന്ന് പറയുമ്പോൾ 24 ആണ്. എക്സ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന കളറാണ്. y 36 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. ഇനി എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ഇവന്മാരെ നമ്മൾ 4നെയും അതേപോലെ 3നെയും വെച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 4 into
24 പ്ലസ് എക്സ് എന്നും അതേപോലെ തന്നെ 3 ഇൻറ്റു 36 എന്നും നമുക്ക് കിട്ടും. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 96 പ്ലസ് 4x എന്നും അതേപോലെ തന്നെ 108 എന്നും നമുക്ക് കിട്ടും. ഇതിനകത്ത് 4x കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 108 മൈനസ് 96 ചെയ്യണം അല്ലേ? അപ്പോൾ 4x ഈസ് ഈക്വൽ ടു 108 96 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. Therefore x ഈസ് ഈക്വൽ ടു 12/4 ഈസ് ഈക്വൽ ടു 3 ലിറ്റേഴ്സ്. 3 ലിറ്റർ ആണ് അപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ബ്ലൂ കളർ. അപ്പോൾ ഏതാണ് ആഡ് ചെയ്തത്? ബ്ലൂ കളറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് 3 ലിറ്ററുമാണ് ആഡ് ചെയ്യുന്നത്. അതും കണ്ടുപിടിക്കണം. ഏത് കളറാണെന്നുണ്ട്, ഏത് കളർ ഷുഡ് ബ്ലൂ ഓർ യെല്ലോ ടു ബി ആഡഡ്, ഏതാണ് ബ്ലൂ ആണെന്നും കണ്ടുപിടിക്കണം. അത് എത്ര ലിറ്റർ ആണ്, അത് 3 ലിറ്റർ ആണ് എന്നുള്ള കാര്യവും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ക്ലിയർ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 16ാമത്തേലേക്ക് കടക്കുന്നതിന് മുന്നേ 15ൽ വീണ്ടും ഒരു ബി പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ ദ ഫിഗർ QS ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ശ്രദ്ധിച്ചേട്ടോ, ഇവിടെ 2 ട്രയാങ്കിൾസ് നമുക്ക് ഫോം ആവുന്നുണ്ട് അല്ലേ? PQS എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും PSR എന്ന് പറയുന്ന മറ്റൊരു ട്രയാങ്കിളും ഫോം ആവുന്നുണ്ട്. QSന്റെ നീളം എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് QS. SR എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് QS ഈസ് ടു SR? അയ്യേ, ഇങ്ങനെയൊക്കെ ചോദിക്കോ? 5:15. ചെറുതാക്കിയാൽ 1:3. 1:3 ആക്കണം കേട്ടോ. 5:15 എന്തായാലും ചോദിക്കൂല. 1:3 ആക്കി ചെറുതാക്കി മാറ്റിയാലേ നമുക്ക് അതിന്റെ കറക്റ്റ് ഉത്തരം കിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Write the ratios of areas of triangle PQS and area of triangle PSR. അതൊരു പ്രശ്നമാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS അതേപോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ PSR തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു BH, ദാറ്റ് ഈസ് ടു ഹാഫ് ഇൻറ്റു BH. ഓക്കെ, ഇതിനകത്ത് ഇതിന്റെ ബേസ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തിന്റെ ബേസ് എത്രയാ? 5 ആണ് ആദ്യത്തിന്റെ ബേസ്. രണ്ടാമത്തിന്റെ ബേസ് എന്താ? 15 ആണ് രണ്ടാമത്തിന്റെ ബേസ് വരുന്നത് അല്ലേ? ഇനി ഹൈറ്റ് ശ്രദ്ധിച്ച് നോക്കി. ഹൈറ്റ് രണ്ടിലും സെയിം ആണോ? ദേ ഇതിന്റെ ഹൈറ്റ് വരുന്നത് ഇങ്ങനെയാ ഹൈറ്റ് വരുന്നത് അല്ലേ? ഇതേ സെയിം ഹൈറ്റ് തന്നെയാണ് നമ്മുടെ അടുത്ത ട്രയാങ്കിളിന് വരുന്നത്. ഓക്കെ, ഇതേ സെയിം ഹൈറ്റ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാലും സെയിം തന്നെയാണ് വരിക അല്ലേ? ഒരു പാരലൈൻ വരച്ചിട്ടാണ് നമ്മൾ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ സെയിം ഹൈറ്റ് തന്നെയാണ് നമുക്ക് എന്തിലും വരിക? 2 ട്രയാങ്കിളിലും വരുന്നത്. അപ്പൊ 2 ട്രയാങ്കിളിലും സെയിം ഹൈറ്റ് വന്നിരിക്കുന്നു. ബേസ് 5ഉം 15. അപ്പൊ ഹൈറ്റ് സെയിം ആയതുകൊണ്ട് ഞാൻ ഇവന്മാരൊന്നും എടുത്ത് മാറ്റുവാണ്. ഹാഫ് ഇൻറ്റു, ഇനി നമ്മളുടെ ബേസ് എത്രയാണ്? 5 ആണ് ആദ്യത്തിന്റെ ബേസ്. രണ്ടാമത്തിന്റെ ബേസ് വരുന്നത് എത്രയായിരുന്നു? 15 ആണ് അല്ലേ? 15 ആണ്. രണ്ടിൽ നിന്നും അരയും കട്ട് ചെയ്യാലോ? ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യാം. അപ്പൊ എന്ത് വന്നടാ? വീണ്ടും 5:15 തന്നെ നമുക്ക് വന്നു. അതായത് 1:3 തന്നെയാണ്. ഏരിയാസ് തമ്മിലുള്ള റേഷ്യോയും എത്ര തന്നെയാണ്? 1:3 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS ഈസ് 10 സ്ക്വയർ സെന്റിമീറ്റർ. നമ്മളോട് PQSന്റെ ഏരിയ തന്നിരിക്കുക. PQS എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ? PQS എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട് എത്രയാണ്? 10 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിരിക്കുകയാണ്. ഓക്കെ, 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മൾ തന്നിരിക്കും. നമുക്കൊന്ന് എഴുതാവേ. PQSഉം അതേപോലെ തന്നെ PSRഉം. ഓക്കെ, PQSഉം PSRഉം ഈസ് ടു PSR. നമ്മളിവിടെ എഴുതിയില്ലേ? റേഷ്യോ എഴുതിയില്ല. അപ്പൊ അതൊന്നും കൂടി എഴുതുവാണ്. PQS ആയിരുന്നു ഇതേ. യെസ്, PQS. അപ്പൊ അതൊന്നുകൂടി എഴുതുമ്പോൾ എത്രയാണ്? 1:3 എന്ന് കിട്ടി. അതിനകത്ത് ഈ 1 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. x:3x എന്ന് എഴുതിയാൽ ഈ x ആണ് നമുക്ക് തന്നിട്ടുള്ള എന്ത്? 10 എന്ന് പറയുന്നത് അല്ലെ? x 10 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR? PSR ആണ് ചോദിച്ചിരിക്കുന്നത്? അല്ല, PQR ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് ട്രയാങ്കിൾ ആണ്? നോക്കിക്കേ. PQR എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ട്രയാങ്കിൾ ആണ് നമ്മളോട് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ 10 സെന്റിമീറ്റർ സ്ക്വയർ തന്നിരിക്കുന്നു. ഇവിടത്തെ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടും കൂടി കൂട്ടണം. അപ്പൊ നമ്മുടെ മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, നോക്കാം നമുക്ക് എന്നാ. യെസ്, അപ്പൊ ഇവിടെ 1:3 ആണ്. അടുത്തതിൽ x 10 കിട്ടി. അങ്ങനെയാണെങ്കിൽ 3x എത്രയായിരിക്കും? 3 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഇവിടെ x 10 സെന്റിമീറ്റർ സ്ക്വയറും ഇവിടെ 30 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR എത്രയായിരിക്കണം? ഈ 2 ഏരിയാസും തമ്മിൽ അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. 10 + 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമ്മളുടെ എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഓക്കെ ആണോ? 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയ വരിക. ക്ലിയർ ആണല്ലോ? ചെയ്യാൻ പറ്റിയായിരുന്നു ഇതൊക്കെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ ഏത് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടെന്നുള്ളത് പ്രത്യേകം പറയണ്ട. പോളിഗൺസ് ആണ് അല്ലെ? 10 വശങ്ങളുള്ള ഒരു സമബഹുഭുജം, ഒരു റെഗുലർ പോളിഗൺ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സം ഓഫ് ഇറ്റ്സ് ഔട്ടർ ആംഗിൾസ്. ഇത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഒരു പോളിഗണിന്റെ സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? ബാഹ്യകോണുകളുടെ ആകെത്തുക എന്ന് പറയുന്നത് എല്ലാ പോളിഗൺസിലും എത്ര തന്നെയായിരിക്കും? 360 ഡിഗ്രി തന്നെയായിരിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. അത് എല്ലായിടത്തും 360 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഫൈൻഡ് ദി ഔട്ടർ ആംഗിൾ ആൻഡ് ഇന്നർ ആംഗിൾ അറ്റ് വൺ വെർട്ടെക്സ്. ഒരു ശീർഷകത്തിലെ ഒരു ബാഹ്യകോണും ഒരു ആന്തരകോണും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുക. അതായത് ഇതിനകത്ത് ഇതാണ് ഒരു ഇന്നർ ആംഗിൾ എങ്കിൽ ഔട്ടർ ആംഗിളും നമുക്ക് കണ്ടുപിടിക്കണം. ഇന്നറും ഔട്ടറും കണ്ടുപിടിക്കണം. അപ്പൊ ഔട്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ n. n എത്രയാണ് ഇവിടെ? നമ്പർ ഓഫ് സൈഡ്സ്. അത് എത്രയാണ് ഇവിടെ? 10 ആണ് അല്ലേ? അപ്പൊ നമുക്കറിയാം 360 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ എത്ര കിട്ടൂടാ? 36 കിട്ടും. അപ്പോ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് പുറത്ത് എഴുതാൽ എത്രയാണ്? 36 ഡിഗ്രിയാണ് പുറത്ത് വരുന്നതെങ്കിൽ അകത്ത് വരേണ്ടത് എത്രയായിരിക്കണം? Therefore ഇന്നർ ആംഗിൾ ആന്തരകോൺ എന്ന് പറഞ്ഞാൽ മൊത്തം ഇത് രണ്ടും കൂടി കൂട്ടിയാ ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണോടാ? ലീനിയർ പെയർ ആണ്, 180 ഡിഗ്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾറെഡി നമുക്കൊരു ഔട്ടർ കിട്ടി. 180 നിന്നും ആ ഔട്ടർ 36 അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ആംഗിളും കിട്ടി. എത്രയാണ് നമുക്ക് ഇന്നർ ആംഗിൾ കിട്ടേണ്ടത്? 144 ഡിഗ്രിയാണ് നമ്മളുടെ ഇന്നർ ആംഗിൾ. ഇന്നറും ഔട്ടർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നർ 144, ഔട്ടർ 36, രണ്ടും കൂടി കൂട്ടുമ്പോൾ 180. ക്ലിയർ? ഓക്കെ അല്ലേ? സോ നമ്മളുടെ അവസാന ക്വസ്റ്റ്യൻ, നെയിം ദ പോളിഗൺ ഇൻ വിച്ച് ഇന്നർ ആംഗിൾസ് ആൻഡ് ഔട്ടർ ആംഗിൾസ് ആർ ഈക്വൽ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആന്തരകോണുകളും ബാഹ്യകോണുകളും തുല്യമായ ബഹുഭുജത്തിന്റെ പേരെന്താണ്? അതായത് ഇവിടുത്തെ ഔട്ടറും ഇന്നറും തുല്യമാണ്. അതായത് നോക്കിക്കേ, ഔട്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു വഴിയുള്ളത് 360/n ചെയ്താൽ അത് കിട്ടും അല്ലെ? ഇനി അതിന്റെ ഇന്നർ ആംഗിളും തുല്യമാണെന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളല്ലോ. അതായത് ഇന്നർ ഔട്ടർ ഒരേപോലുള്ളത് ഏതിലാ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് 90 ഡിഗ്രി, അതായത് ഈ 180നെ നമ്മൾ തുല്യമാക്കുന്ന ഒരേ ഒരു കേസ് ഉള്ളൂ. അത് രണ്ട് സ്ഥലത്തും 90 ഡിഗ്രി വരുന്ന കേസാണല്ലേ. അതായത് റൈറ്റ് ആംഗിൾ വരുന്ന കേസിലാണ് നമുക്ക് എന്ത് വരുന്നേ? ഒരു 90 കേസ് വരുന്നത്. ഇവിടെയും 90 ആയിരിക്കും, പുറത്തേക്ക് പോയാലും 90 ആയിരിക്കും. ഇവിടെയും 90 ആയിരിക്കും, പുറത്തേക്ക് പോയാലും 90 ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയും അല്ലെ? സെയിം കേസല്ലേ എല്ലായിടത്തും വരുന്നത്. ഇത് ഏത് പോളിഗൺ ആണ്? ഈ പോളിഗണിന്റെ പേരെന്താണ്? റെക്ടാംഗിളിലും ഇതേ പ്രോപ്പർട്ടി വരുന്നുണ്ട്. പക്ഷെ റെക്ടാംഗിൾ ഒരു പോളിഗൺ ആണോ? അല്ല, സ്ക്വയർ ആണ് ഇത് വരേണ്ടത്. സമചതുരമാണ് ഇതിന്റെ ഉത്തരം വരേണ്ടത്. കുറച്ച് ആൾക്കാർ ചിലപ്പോൾ 90 കോൺസെപ്റ്റിൽ റെക്ടാംഗിൾ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് തെറ്റിപ്പോയി. കാരണം ഒരു പോളിഗൺ എന്ന് പറയുമ്പോൾ അതിന്റെ കോണുകളും അതിന്റെ വശങ്ങളും തുല്യമാവണോ അല്ലെ? അതിനെയാണ് നമ്മൾ ബഹുഭുജം എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ എന്തല്ല, റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമല്ല, ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ട് വരിക. ആൻസർ ഏതാണ്? അപ്പോൾ സ്ക്വയർ ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്. ക്ലിയർ അല്ലേ കാര്യങ്ങൾ? ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് താഴത്ത് കമന്റ് ചെയ്യണേ. പിന്നെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് പറയണം, ഒന്ന് കോമൺ ആയിട്ട് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇനി അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. നമ്മുടെ ഫൈനൽ എക്സാം ആണ് ഇനി വരുന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.